السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله العلي العظيم. صدق وبلغ الرسول النبي الأمين. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك. ഏറ്റവും ആദരബഹുമാനം നിറഞ്ഞ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അനുഗ്രഹമായ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള വന്നിരായ പൂക്കോയത്തങ്ങളുടെ ഇളയ പുത്രനും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘത്തിന്റെ അധ്യക്ഷനും സർവോപരി ഒരുപാട് വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നമുക്കൊക്കെ ദീർഘകാലം നേതൃത്വം നൽകാനുള്ള കഴിവും ആയുസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മനോഹരമായ പള്ളിയും ഈ മഹല്ലും പരിരക്ഷിച്ച് പ്രവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹല്ലിന്റെ ബഹുമാന്യരായ നേതാക്കന്മാർ, കാരണവന്മാർ, പ്രിയ സുഹൃത്ത് ഈ മഹല്ല് ഖത്തീബ് ഷുഐബ് ഹുദവി, ഈ സദസ്സിൽ സന്നിഹിതരായ ഒരുപാട് പണ്ഡിത സുഹൃത്തുക്കൾ, സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ജ്യേഷ്ഠാനുജ സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പല തലത്തിലുമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമളാനിന്റെ മുമ്പ് അതിന്റെ മുന്നൊരുക്കമെന്നോണം നമ്മളൊരു ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സൽക്കർമ്മമായി ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഈ പള്ളി മഹല്ല് മുസ്ലിം സഹോദര സംഘം മേൽപ്പറമ്പ് പാലക്കാട് എന്ന രീതിയിലാണ് ഇത് ഇവിടെ അറിയിക്കപ്പെട്ടിട്ടുള്ളത്, നോട്ടീസിൽ കാണുന്നത്. എന്തുതന്നെയായാലും വളരെ സ്തുത്യർഹമായ ഒരു പ്രവർത്തനമാണ് റമദാനിന് മുമ്പ് ഒരുങ്ങാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ളത്. ഇതിന്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അല്ലാഹു അർഹമായ പ്രതിഫലം നിർലോഭം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാധാരണ റമദാൻ വന്നതിന് ശേഷം നമ്മൾ തയ്യാറെടുപ്പുകൾ തുടങ്ങുക റമദാൻ വന്നതിന് ശേഷമാണ്. വിശുദ്ധമായ ഖുർആനെ കുറിച്ച് പറയാം. അതാക്കും ഷഹ്റു റമദാൻ സയ്യിദുൽ ഷുഹൂർ അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല തലത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളൊക്കെ വിശ്വാസി സമൂഹം കേട്ടുവരുമ്പോഴേക്ക്, പഠിച്ചു വരുമ്പോഴേക്ക് നോമ്പ് 10-15 കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആകെ ഷോപ്പിങ്ങിന് പോകാനുള്ള അവസാനത്തെ 10 മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുക. അതിൽ ആത്മീയമായ ഷോപ്പിംഗ് നടത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. പരമാവധി അവസാനത്തെ 10 മൊത്തം ആണും പെണ്ണും അടക്കം മൊത്തം മാർക്കറ്റിലായിരിക്കും. റമദാനിനെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാറില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാളിൽ മിമ്പറിൽ കയറി നിൽക്കുമ്പോൾ ഓരോ ചവിട്ടടി കയറുമ്പോഴും 3 ആമീൻ പറഞ്ഞതായി ഹദീസിൽ കാണാം. സഹാബത്ത് കഴിഞ്ഞു ചോദിച്ചു, നബിയെ എന്തിനാണ് നിങ്ങൾ ആമീൻ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ആമീനും ഓരോ കാരണം ഉള്ളതായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, നബിയെ അങ്ങയുടെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ
സലാത്ത് ചൊല്ലാത്തവൻ മേൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ടായിരിക്കട്ടെ. ഞാൻ ആമീൻ പറഞ്ഞു. മാതാവും പിതാവും, പ്രായമായ മാതാവും പിതാവും തന്റെ ജീവിതകാലത്ത് ഒരാളുടെ മുമ്പിലുണ്ടായിട്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയാത്ത ഒരാൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം. ഞാൻ ആമീൻ പറഞ്ഞു. റമളാൻ മാസം ഒരാൾക്ക് ലഭ്യമായി, ഒരാൾ റമളാനിൽ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു, എന്നിട്ട് അയാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റിയില്ല. അയാളും അള്ളാഹു ശപിക്കപ്പെട്ടവനാണ്, ശപിക്കട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറഞ്ഞതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് റമളാനിന് മുമ്പാണ് നമ്മൾ ഒരുങ്ങി തയ്യാറാവേണ്ടത്. മഹാന്മാർ പല രീതിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. റജബ് കാറ്റടിക്കുന്ന മാസമാണ്. ശഅബാൻ മേഘങ്ങൾ തിങ്ങി നിറയുന്ന മാസമാണ്. റമളാൻ മഴ പെയ്യുന്ന മാസമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. റജബിലാണ് കാറ്റടിച്ച് മേഘങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടേണ്ടത്. ശഅബാനിൽ മേഘം തിങ്ങി നിറഞ്ഞു നിൽക്കണം, പെയ്യാൻ പാകമായി നിൽക്കണം. റമളാൻ മാസത്തിൽ അതിങ്ങനെ തുരുതുറ പെയ്തുകൊണ്ടിരിക്കണം. നന്മകളെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചു തന്നതാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ശഅബാൻ മാസത്തിൽ, റജബ് മാസത്തിലാണ്. ഈ 3 മാസമാണല്ലോ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പഴയ ആൾക്കാരൊക്കെ 90 നോമ്പൊക്കെ നോറ്റിരുന്ന 90 നോമ്പ് നോറ്റവർക്കാണ് പെരുന്നാൾ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ റജബിനെയും ശഅബാനിനെയും റമളാനിനെയും ഒക്കെ നമുക്ക് വളരെ പ്രത്യേകമായി പരിചയപ്പെടുത്തി തന്നല്ലോ. അതുകൊണ്ട് റജബ് മാസം വരുമ്പോഴേക്ക് നമ്മൾ ദുആ ചെയ്തു തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ ബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ, റജബ് മാസത്തിൽ ബർക്കത്ത് ചെയ്യണേ, ശഅബാൻ മാസത്തിലും ബർക്കത്ത് ചെയ്യണേ. റജബ് വളരെ പുണ്യം ചെയ്ത ഒരു മാസമാണ്. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ തുടക്കം റജബിലാണ്. അതൊരു മിഅ്റാജിനെ നമ്മെ ഓർമ്മപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരാം. ശഅബാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ അല്ലാത്ത മാസത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്ന മാസമായിരുന്നു ശഅബാൻ മാസം. ഒരാൾ, ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങൾ എന്താണ് ശഅബാനിൽ നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നതായി കാണുന്നതെന്ന് ചോദിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദാലിക ശഹ്റുൻ യഗ്ഫുലു അൻഹു കസീറുൻ മിനൻ നാസ് ഔ കമാ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അധിക ജനങ്ങളും അശ്രദ്ധരാകുന്ന, റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ അധിക ജനങ്ങളും അശ്രദ്ധനാകുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ശഅബാൻ 15ന്റെ രാത്രി കഴിഞ്ഞു. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിന. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളും തീരുമാനിക്കുന്ന ഒരു രാത്രി എന്ന് പരിചയപ്പെടുത്തിയ രാത്രിയായി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു വന്നത് ശഅബാൻ 15ന്റെ രാത്രിയാണ്. ജന്നത്തുൽ ബഖിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം കാണാതായപ്പോ തന്റെ വീട്ടിൽ തന്നോടൊപ്പം കിടപ്പറ പങ്കിടേണ്ട ഒരു രാത്രിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനില്ല. എണീറ്റു, പുറത്തിറങ്ങി നോക്കി, നബിയെ തേടി നടന്നു. ജന്നത്തുൽ ബഖിയയിൽ മഹാന്മാരായ ഒരുപാട് സഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് ആളുകളുടെ ഖബറിടങ്ങളുള്ള ജന്നത്തുൽ ബഖിയയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് കൈയുയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്, ഒരു ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയിൽ നിന്ന്, ആകാശത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്ന ദിവസമാണ്. അലാ മുസ്തർസിഖിൻ അലാ മുസ്തഗ്ഫിരിൻ അലാ മുസ്തആനിൻ മുസ്തആഫിഅ. എവിടെ ഭക്ഷണം ചോദിക്കുന്ന ആളെവിടെ? പൊറുക്കലിനെ തേടുന്ന ആളെവിടെ? എവിടെ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ എന്നോട് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നവനെവിടെ? ഞാനതാ കൊടുക്കാൻ സന്നദ്ധനായി നിൽക്കുന്നു എന്ന് പറയുന്ന രാത്രി. ശഅബാൻ വളരെ പുണ്യമായ ദിവസമായി, ദിവസങ്ങളായി നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ശഅബാൻ ഒരുങ്ങി തയ്യാറാവേണ്ട മാസമാണ് റജബും ശഅബാനും. അത് സൂചിപ്പിച്ചിട്ടുണ്ടാകും. റമളാൻ മാസത്തിൽ, കഴിഞ്ഞ റമളാൻ മാസത്തിൽ ആർക്കെങ്കിലും നോമ്പ്, സഹോദരന്മാർക്ക് യാത്ര, രോഗം, അങ്ങനെ കാരണം മുഖേനയോ അല്ലെങ്കിൽ അശ്രദ്ധ ഒക്കെ മുഖേന നോമ്പ്, ഏതെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പടച്ചോന്റെ കണക്കിലുള്ളതാണ്. ഈ റമളാൻ വരുന്നതിന് മുമ്പ് അത് വീട്ടിൽ തീർക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ശഅബാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്ന ഒരു മാസം, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്ന മാസമായിരുന്നു ശഅബാൻ. മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നു, റജബ് മാസം നിങ്ങൾ കൃഷി ഇറക്കേണ്ട സമയമാണ്. റജബ് മാസം ശഹ്റു സർഇ, കൃഷിയുടെ മാസമാണ്. വശഅബാൻ ശഹ്റു സഖി സർഇ,
കൃഷി നനക്കേണ്ട മാസമാണ് ശഅബാൻ മാസം. വറമളാനു ഹസാദി ഷഹ്റു ഹസാദി സർഇ, കൃഷി വിളവെടുക്കേണ്ട മാസമാണ് റമളാൻ മാസം. വമൻ ലം യസ്റ ഫീ റജബ വലം യസ്ഖി ഫീ ശഅബാന, ഒരാൾ റമളാൻ റജബ് മാസം വന്നപ്പോ കൃഷി ഇറക്കിയിട്ടില്ല, ശഅബാൻ മാസം വന്നപ്പോ നനച്ചിട്ടില്ല, അങ്ങനത്തെ ഒരാൾ, നമ്മുടെയൊക്കെ പല പാടങ്ങളും കിടക്കുന്ന പോലെ കൃഷിയൊന്നും ഇറക്കാത്ത ആൾക്കാർക്ക് മറ്റാൾക്കാർ നമ്മള് വിളവെടുക്കുമ്പോ കൊയ്ത്ത് നടത്തുമ്പോ ഒന്നും എടുക്കാണ്ടാവില്ല. കാരണം വിളവ് ഇറക്കിയിട്ടില്ല, നനച്ചിട്ടില്ല. അല്ലാത്ത ആൾക്കാർക്ക് റമളാൻ ഷഹ്റു ഹസാദിർ സർഇ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരുങ്ങി തയ്യാറാവാനുള്ള ഒരു അവസരം വളരെ വലുതാണ്. എന്നാണ് റമളാനിന്റെ ആ പുണ്യമായ രാത്രികൾ, പുണ്യമായ ദിനങ്ങൾ, ഓരോ നിമിഷവും വിലപ്പെട്ട നിമിഷങ്ങൾ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹു ഇൽമിന്റെ ദിനരാത്രങ്ങൾ, അല്ലാഹു നമുക്കതിനുള്ള അവസരം നൽകുമാറാകട്ടെ. പഠിക്കാൻ റമളാൻ ആകുമ്പോഴേക്ക് നമുക്കൊക്കെ, എനിക്കും നിങ്ങൾക്കും വളരെ തയ്യാറായി, വളരെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് റമളാനിനെ വരവേൽക്കാൻ സാധിക്കണം. ഒരു ഹർഫ് ഓതിയാൽ എത്രായിരം ഹസനത്തുകളാണ്, അതിൽ സദഖ ചെയ്താൽ എത്ര ഹസനത്തുകളാണ്, റമളാനിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ എത്ര ഹസനത്തുകളാണ്, ഒരു ദിക്ർ ചൊല്ലിയാൽ എത്ര ഹസനത്തുകളാണ്. ആ സമയം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും, വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ആകെ ഒരു പ്രാർത്ഥന ഉള്ളൂ, ഈ പ്രധാനപ്പെട്ട ടീമുകളൊക്കെ ഒന്ന് റമളാൻ വരുന്നതിന്റെ മുമ്പ് ഒന്ന് തോറ്റ് കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടി കൂട്ടത്തിൽ നമ്മളെ ചെറുപ്പക്കാർക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ചാൾക്കാർക്ക് കളിയും റമളാനും കൂടി ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കളിയും റമളാൻ എല്ലാം നശിപ്പിക്കാൻ പോവാണ്. ശഅബാൻ 15 പോലും നമ്മെ നശിപ്പിച്ചു, നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു വലിയ കൺഫ്യൂഷൻ നമ്മുടെ ഇടയിലുണ്ട്. സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് വളരെ വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് നമ്മൾ. വലിയ യുദ്ധം ചെയ്യാനൊന്നുമില്ല, നമുക്ക് വലിയ യുദ്ധമൊന്നും ചെയ്യാനില്ല. 313 വരുന്ന നിസ്സഹായരായ ഒരു ഈത്തപ്പനച്ചുകൾ കൊണ്ട് നോമ്പ് തുറക്കുകയും ഒരു ഈത്തപ്പനച്ചുകളും അല്പം വെള്ളവും കൊണ്ട് അത്താഴം തുറക്കുകയും ചെയ്തിരുന്ന പച്ചപ്പട്ടിണി പാവങ്ങളായ 313 അനങ്ങ വരുന്ന സർവസജ്ജമായ സമൂഹം യുദ്ധത്തിന് വന്നപ്പോൾ ഒട്ടിയോടിക്കപ്പെട്ടവർ, പാവപ്പെട്ടവർ, നിസ്സഹായർ, പട്ടിണിയിൽ ജീവിക്കുന്ന ആളുകൾ, കുതിരകളില്ലാത്തവർ, കഴുതകളില്ലാത്തവർ, ഒട്ടകങ്ങളില്ലാത്തവർ, സഞ്ചരിക്കാൻ കഴിയാത്തവർ, പാവങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു റമളാനിന്റെ രാത്രിയിലാണ് ബദറിനെ ഓർക്കുന്ന റമളാൻ കടന്നു വരുന്നു, ഒരു ബദറിന്റെ രാത്രിയിലാണ് ഒന്നിറങ്ങി പുറപ്പെടാൻ പറഞ്ഞത്. ബദറിന്റെ ഭൂമികയിൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വൃക്ഷത്തിന്റെ തണലിലിരുന്നു കൊണ്ട്, ചുവട്ടിലിരുന്നു കൊണ്ട് ലോകാനുഗ്രഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഗ്ലിക് ഹാദിഹിൽ ഗുസാബ ലൻ തുഅബദ് ബഅദ്, പടച്ചവനെ ഈ സഖ്യമെങ്ങാനം, ഈ 313 എങ്ങാനം ഈ ബദറിന്റെ രണാങ്കണത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ലൻ തുഅബദ് ബഅദ്, പടച്ചവനെ നീ ഭൂമി ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഇത് സത്യാസത്യ വിവേചനത്തിന്റെ യുദ്ധമാണ്. ഒരു ബദറിനെ നേരിടേണ്ട ആവശ്യമില്ല. ഒരു ഉഹുദിനെയും ഒരു ഖന്തക്കിനെയും ഒരു ഉനൈനിനെയും ഖൈബറിനെയും നേരിടേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനത്തെ യുദ്ധങ്ങളുടെ, ആഹ്വാനങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞുവെന്ന് പണ്ഡിതന്മാർ തന്നെ വിലയിരുത്തുന്നു. അങ്ങനത്തെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വളരെ പരീക്ഷണങ്ങൾ നേരിട്ട, ഒരുപാട് ആളുകൾ മരിച്ചു വീണ, വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സഹാബ, നഹ്നു മിൻ ജിഹാദിൻ അസ്ഗറ ഇലാ ജിഹാദിൻ അക്ബർ, നമ്മൾ ചെറിയൊരു യുദ്ധത്തിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്, ചെറിയൊരു യുദ്ധത്തിൽ നിന്ന് നാം പുറപ്പെട്ടു പോവുകയാണ്, ഇലാ ജിഹാദിൻ അക്ബർ, വലിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, കൂട്ടത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ പോയ ഒരുപാട് ആളുകൾ കൂടെയില്ല, ഒരുപാട് ആളുകൾ മരിച്ചു വീണു. ഒരു വെള്ളപ്പാത്രം കൊണ്ടുവന്നിട്ട് അത് 3 ആൾക്ക് പകുത്തു കുടിക്കാൻ പോലുമുള്ള സൗകര്യമുണ്ടായിരുന്നില്ല, പ്രയാസങ്ങൾ ഒരുപാട്. ഇത്രയും പരീക്ഷണങ്ങൾ അതിജീവിച്ച ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നബിയെ, ഇനി ഏതാ ഇതിനേക്കാളും വലിയ യുദ്ധം നേടാനുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിഹാദു അൽ അക്ബറു വ ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തോട്, സ്വന്തം ദേഹേച്ഛകളോട്, സ്വന്തം ആഗ്രഹങ്ങളോട്, മോഹങ്ങളോട്, തന്റെ മുന്നിലുള്ള ഓഫറുകളോടൊക്കെ യുദ്ധം ചെയ്യാനുള്ള ഒരു മനുഷ്യന്റെ പക്വതയും പാകതയുമാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് അങ്ങനെ വലിയ ഭയങ്കര പ്രതിസന്ധികളൊന്നുമില്ല.
ചെറിയ ചെറിയ പ്രതിസന്ധികൾ. കുറച്ച് യത്തീമക്കളെ പഠിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ കുറെ ആൾക്കാർ വന്നിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ചെറിയ പ്രതിസന്ധികളുണ്ട്, നേരിടാൻ നമ്മൾ ഭയങ്കര ഇമോഷണലായി പോവാണ്, വളരെ ഇമോഷണലായി പോവാണ്. ഞാൻ ഈ മഹല്ല് ഭാരവാഹികളെയും ഇവിടുത്തെ ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വിഷയത്തിൽ. ഞാൻ അറിഞ്ഞതുകൊണ്ട്, അഥവാ ആ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ മഹല്ലിലും പരിസരത്തുമുള്ള ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം. ഞാനത് സാന്ദർഭികമായി ഓർമ്മപ്പെടുന്നു. വളരെ ചെറിയ ചെറിയ പ്രയാസങ്ങളെ മുസ്ലിം ലോകത്ത് അനുഭവിക്കുന്നുള്ളൂ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? ഇതിനേക്കാളും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മുസ്ലിം ലോകം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 800 വർഷക്കാലത്തോളം ഭരണം നടത്തിയ സ്പെയിൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന്, സ്പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾക്ക് ബാഴ്സലോണ എന്നും റിയൽ മാഡ്രിഡ് എന്നൊക്കെ സെവിയ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമ്മുടെ ദുരന്തത്തിന്റെ ആഴങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ചരിത്രബോധമില്ലായ്മ. 800 വർഷക്കാലത്തോളം ഭരണം നടത്തിയ ഒരു പ്രവിശ്യയാണ് അൽ ഉന്ദുലുസ് ഇസ്ലാമിയ. സ്പാനിഷ് ഇസ്ലാമിന്റെ വസന്തത്തെക്കുറിച്ച് ലോകം അത്ഭുതത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് എങ്ങനെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കണമെന്ന് ലോകം പഠിച്ചത്, എങ്ങനെയാണ് കലാലയങ്ങൾ ഉണ്ടാക്കണമെന്ന് പഠിച്ചത്, എങ്ങനെയാണ് ഏറ്റവും മനോഹരമായ ഇറിഗേഷൻ പ്രോജക്ട്, വാട്ടർ കൊടുക്കുന്ന വെള്ളം വിതരണം ചെയ്യുന്ന സർക്കുലേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഒരു വിശാലമായ രാജ്യത്ത് സംവിധാനിക്കേണ്ടതെന്ന് ലോകം പഠിച്ചത് ഇസ്ലാമിക സ്പെയിനിന്റെ ചരിത്രത്തിൽ നിന്നാണ്. യൂറോപ്പിലെ മുഴുവനും അതാണ് പഠിപ്പിച്ചത്. കൊർഡോവ യൂണിവേഴ്സിറ്റിയും ഗ്രനഡ യൂണിവേഴ്സിറ്റിയും സെവിയ എന്ന് ക്ലബ്ബായി നിലകൊള്ളുന്ന സെവില്ലയുമൊക്കെ ലോകത്ത് വലിയ വലിയ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതാണ്. മഹാനായ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു ഉമവി സാമ്രാജ്യം ഈജിപ്ത് കടന്നു ചെന്നപ്പോ നാഫി ഇബ്നു ഉഖബ റളിയല്ലാഹു അൻഹു, മഹാനായ ഉഖബത്ത് ഇബ്നു നാഫി ഇബ്നു ഉഖബ, മഹാന്മാരായ ആളുകൾ, താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട് സ്പെയിനിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്ത്. ജിബ്രാൾട്ടർ, ജബൽ താരിഖ് എന്ന പേര്. ജബൽ താരിഖ് എന്നത് പറഞ്ഞാൽ ജിബ്രാൾട്ടർ എന്നാണ് എന്നതിന്റെ പേര്. താരിഖ് ഇബ്നു സിയാദ് എന്ന മഹാനായ ഒരു യോദ്ധാവ് അല്പം ചില വിരലിലുണ്ടാവുന്ന പടയാളികളുമായി അവിടെ കപ്പലിറങ്ങി ചരിത്രത്തിൽ ആവേശം കൊള്ളുന്നൊരു നിമിഷം പറയുന്നുണ്ട്. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു എല്ലാവരും കരക്കണിഞ്ഞപ്പോ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, പോയിട്ട് കപ്പൽ കത്തിച്ചുകളാം. ആളുകൾ ചോദിച്ചു, നമ്മൾ അറിയാത്ത ഒരു ഭൂമിയിലേക്ക് ഈ പ്രബോധന ദൗത്യവുമായി കടന്നു ചെല്ലുമ്പോ എവിടെ നിന്നെങ്കിലും പരാജയം നേരിട്ടാൽ ഒന്ന് തിരിച്ചു പോകാൻ ആകെ അറിയുന്ന വഴി ഈ തുറമുഖത്ത് വന്നുകൊണ്ട് കപ്പലേറി മൊറോക്കോയിലേക്ക് രക്ഷപ്പെടലാണ്. ആ കവാടം അടച്ചുകളഞ്ഞാൽ, കപ്പൽ കത്തിച്ചു കളഞ്ഞാൽ എങ്ങനെ ഒന്ന് തിരിച്ചു പോകും? താരിഖ് ഇബ്നു സിയാദ് അള്ളാഹു പറഞ്ഞു, അതന്നെ ഞാൻ കത്തിച്ചു കളയാൻ പറഞ്ഞത്. മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രയാസം നേരിടേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പരാജയപ്പെടുമെന്ന ഭീതി നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിക്കും, തിരിച്ചോടാം, അവിടെ കപ്പൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കാൻ പാടില്ല. മുന്നിൽ ഒന്നുകിൽ രക്തസാക്ഷിത്വം, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് വിജ്ഞാനത്തിന്റെ സത്യത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാനുള്ള മുന്നോട്ടുള്ള പ്രയാണം, അത് മാത്രമായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ. ഇതൊരു വലിയ തുടക്കമാണ്. ഞാനത് വിശദീകരിക്കാൻ പറഞ്ഞില്ല, സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്. 800 വർഷക്കാലത്തോളം അൽ ഉന്ദുലുസിയ ഇസ്ലാമിയ, അൽ ഇസ്ബാനിയത്തുൽ ഇസ്ലാമിയ, BBC-യുടെ പോലും മനോഹരമായ ഡോക്യുമെന്ററി ഉണ്ട്. പലതും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന പുതിയ മക്കളോട് ഇസ്ലാം ഇൻ യൂറോപ്പ് എന്നും ഇസ്ലാം ഇൻ സ്പെയിൻ എന്നും പറഞ്ഞ് BBC-യുടെ മനോഹരമായ ഡോക്യുമെന്ററികളുണ്ട്. നമുക്കതുപോലും അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, അത്ര അവിടെ ഒരു 800 വർഷത്തിന്റെ സമാപനം കുറിച്ചപ്പോ കണ്ടാൽ വെട്ടിക്കൊല്ലായിരുന്നു. മുസ്ലിമാണെന്ന് ബോധമുള്ള സകല ആളുകളെയും നശിപ്പിച്ചു കളയുകയായിരുന്നു. വളരെ പ്രയാസകരമായ ഒരുപാട് ചുറ്റുപാടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മംഗോളിയയിൽ നിന്ന് ചെങ്കിസ്ഖാന്റെ ചില ആളുകൾ, ചെങ്കിസ്ഖാൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ഇന്ന് ലോകത്ത് അന്ന് മാത്രമാണ് ചരിത്രത്തിൽ അവർ അറിയപ്പെട്ടത്. മംഗോളിയ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ ബഗ്ദാദ് കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നടന്നുപോയൊരു ഘട്ടത്തിൽ മംഗോളിയയിൽ നിന്ന് ചെങ്കിസ്ഖാൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി പുറപ്പെട്ടു. കുറച്ചാളുകളുമായി പുറപ്പെട്ടു. അയാൾ കടന്നുപോയ ഇടങ്ങളിലൊക്കെ എല്ലാം നശിപ്പിച്ചു. ബഗ്ദാദിനെ കുട്ടിച്ചോറാക്കി. ബഗ്ദാദിലെ ഒരുപാട് ലൈബ്രറികൾ ഉണ്ടായിരുന്ന പുസ്തകങ്ങളൊക്കെ, വിജ്ഞാനത്തിന് ഒരു വിലയും നൽകാത്ത ആളുകൾ, മഹാന്മാരുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 40 വാള്യമുള്ള വിശുദ്ധമായ ഖുർആനിന്റെ ഒരു തഫ്സീർ രചിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. നമുക്കിത് ലഭ്യമായിട്ടില്ല. ബഗ്ദാദിൽ ചെങ്കിസ്ഖാന്റെ പടയാളികൾ, അറിവിന് യാതൊരു പ്രാമുഖ്യവും കൊടുക്കാത്ത ആളുകൾ കടന്നു വന്നപ്പോ ലൈബ്രറികളിൽ നിന്നുള്ള ഗ്രന്ഥങ്ങൾ ചുമടുകളായി കൊണ്ടുപോയി യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളിൽ അട്ടിക്കട്ടിക്കിട്ട് അവർ അപ്പുറത്തു കടക്കാനുള്ള പാലങ്ങൾ നിർമ്മിച്ചു എന്ന് ചരിത്രം പറയുന്നു. അതിശയോക്തിയാണെന്നറിയില്ല.
ഒരു ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാരങ്ങനെ ഇടയിലേക്ക് നടന്നു വരുമ്പോ ഒരു മുസ്ലിമായ മനുഷ്യനിങ്ങനെ വിറച്ചു നിൽക്കുന്നുണ്ടത്രേ. ചരിത്രം പറയുന്നു, നീ ആരടാ? ഞാനൊരു മുസ്ലിമാണ്. നീ ഇവിടെ നിൽക്കും, ഞാൻ വാളെടുക്കാൻ മറന്നുപോയി, വാളെടുത്ത് വരാം. അയാൾ പോയി തിരിച്ചു വരികയാണ്. ചരിത്രം പറയുന്നു, ഒന്ന് ഓടിപ്പോകാനുമുള്ള മനസ്സാന്നിധ്യം പോലും നഷ്ടപ്പെട്ട ഒരു തലമുറ ബഗ്ദാദിൽ ജീവിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ വളരെ വാതോരാതെ പ്രസംഗിക്കും, മുസ്ലിം സമൂഹം അങ്ങനെയാണ്, ഭയങ്കര പ്രയാസത്തിലാണ്, വളരെ പ്രശ്നത്തിലാണ്, വളരെ ഇതിലൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇത്ര വലിയ പ്രയാസവും പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല. പ്രശ്നം വളരെ ലളിതവും വളരെ നിസ്സാരവുമാണ്. അത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വളരെ ലളിതമായ വളരെ നിസ്സാരപരമായ ഒരു കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഉമ്മമു അലാ ഉമ്മതി കമാ തതദാഅൽ അലൽ ഖസ്അൽ കൽബു അലൽ ഖസ്അഹ് ഔ കമാ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെന്നായ്ക്കൾ ഒരു ഭക്ഷണ തളികയുടെ മുകളിൽ കടിപിടി കൂടുന്ന പോലെ ഇന്ന സമൂഹത്തിന്റെ മേൽ ആളുകൾ കടിപിടി കൂടുന്ന ഒരു കാലഘട്ടം വരും. മിൻ ഖില്ലത്തി യാ റസൂലല്ലാഹ്, അമിൻ ഖില്ലത്തി യാ റസൂലല്ലാഹ്. നബിയേ, ഈ 313 ആളുകൾ ആയിരക്കണക്കിന് വരുന്ന സർവായുധ സജ്ജരായ സൈന്യത്തോട് യുദ്ധം ചെയ്ത് വിജയം നേടിയ വളരെ നിസ്സാരമായ ഒരൊറ്റയിൽ നിന്ന് ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി നിന്ന പ്രകാശത്തിന്റെ ഒരു കണികയിൽ നിന്ന് ലോകാനുഗ്രഹിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ തക്ബീർ വിളിച്ച് മുന്നോട്ട് വരുന്ന, ഒരുപാട് ചങ്ങലകളിൽ ബന്ധിതരായിരുന്ന, പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന ഒരുപാട് സമൂഹത്തിന് വിജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും വെളിച്ചം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞ, കിസ്റയെയും കൈസറിനെയും വെല്ലുവിളിക്കാൻ കഴിഞ്ഞ ഒരുപാട് പ്രദേശങ്ങളിൽ, കടന്നു ചെന്ന പ്രദേശങ്ങളിലൊക്കെ അടിമകളായി അതിനേക്കാളും നിസ്സാരരായി ജീവിച്ചിരുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശം, ജീവിതത്തെക്കുറിച്ചുള്ള അവബോധമൊക്കെ നൽകിയ ഈ മതത്തിന്റെ അനുയായികൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ റസൂലെ എല്ലാവരും കൂടി ചാടിക്കയറി ആക്രമിക്കാൻ വരുന്നത്? ലാ ബൽ ഹും കതീർ. അല്ല, അവര് നല്ല എണ്ണം ഉണ്ടാകും, എണ്ണം നന്നായിട്ടുണ്ടാകും, ലോകത്ത് ജനസംഖ്യയിലൊക്കെ കൂടുതലാകും. മൈനോറിറ്റി എന്നൊക്കെ ആരെങ്കിലും വിളിച്ചാലും ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ ചില ആൾക്കാർ വരും, നിങ്ങളൊന്നും മൈനോറിറ്റി അല്ല. ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളെക്കാൾ എണ്ണസംഖ്യ മുസ്ലിം സമൂഹത്തിലെ, ഇന്ത്യയിലെ മൈനോറിറ്റിയായി ന്യൂനപക്ഷമായി ജീവിക്കുന്ന സമൂഹത്തിലുണ്ട്. അപ്പൊ ചില ആൾക്കാർ ഓർമ്മപ്പെടുത്താൻ വരും, ശത്രുപക്ഷത്തു നിന്നാണെന്ന് ചിലർക്ക് തോന്നുകയാണെങ്കിലും ഓർമ്മപ്പെടുത്താൻ വരും, നിങ്ങളൊക്കെ മൈനോറിറ്റി അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ബൽഹും കതീർ, അവരധികമാണ്. സൗദിയും UAEയും 2-3 ഗൾഫ് രാജ്യങ്ങൾ മൊത്തം വെച്ച് നോക്കിയാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അത്ര എത്തൂല. ബല്ലസാബതുഹുമുൽ വഹ്നു, അവരെ വഹ്ന് പിടിപെട്ടിട്ടുണ്ട്. വമൽ വഹ്നു യാ റസൂലല്ലാഹ്? ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള നിലക്കാത്ത പ്രണയവും ഇഷ്ടവും മരിക്കാനുള്ള വെറുപ്പും ഈ സമൂഹത്തെ പിടിപെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മരിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി പോയി മരിക്കാൻ വേണ്ടിയിട്ടല്ല, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടും. ഈ ജീവിതം ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണെന്നൊരു തോന്നൽ വരും. മനുഷ്യൻ മുസ്ലിം സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ജിഹാദ്, അതിനോടാണ് ജിഹാദ്. ജിഹാദ് എന്നുള്ള പദം ഇടയ്ക്ക് ജിഹാദി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ജിഹാദ് നമ്മളോട് നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധമാണ്. നമ്മുടെ ദേഹേച്ഛകളെ, നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓഫറുകളെ, സാഹചര്യങ്ങളെ, സംവിധാനങ്ങളെ പടച്ചവൻ നിർലോഭം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ മുമ്പിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്ന പടച്ചവൻ നോക്കുന്നത്. അപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ചില വിഷയങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു പോയത്, റമദാൻ മാസം വരുമ്പോഴൊക്കെ, ശഅബാൻ മാസത്തിലും റമദാൻ മാസത്തിലൊക്കെ നമ്മുടെ തലമുറ മൊത്തം വെല്ലുവിളിയിലാണ്. ഈ കളി എങ്ങനെയാണ് നേരിടുക എന്നുള്ളതാണ്. ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമാണ് കളി എന്ന പോലെയാണ്. ഇത് അങ്ങോട്ട് തൃശ്ശൂർക്ക് അങ്ങോട്ട് പോയാൽ ഉണ്ടാവില്ല, കുറച്ചപ്പുറത്ത് പോയാലുണ്ടാവില്ല. ഇതെന്താ കാക്കാമാരെ ദേശീയ ഉത്സവമാണെന്ന് വിചാരിക്കും. കളി എന്നതിനെ ലോകം മുഴുവൻ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ഭ്രാന്ത് പോലെ മാറുന്ന ഒരു സാഹചര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പമെങ്കിലും ചിന്തിക്കാനുള്ള പ്രേരണ നമുക്ക് നൽകുമാറാകട്ടെ. ഇത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മെ എല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്. റമദാനിന്റെ പുണ്യമായ ദിനരാത്രങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇതിന്റെ പേരുള്ള വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ,
ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇതിലൊന്നും നമുക്കൊരു ആത്മാർത്ഥത, ഒരു വിഷമമില്ല. നമ്മൾ വെച്ച 2 ബോർഡിന്റെ പൈസ ഉണ്ടെങ്കിൽ ആസാമിലോ ജാർഖണ്ഡിലോ ബീഹാറിലോ ഉള്ള കുട്ടികൾക്ക് 10 വർഷം ജീവിക്കാൻ പറ്റും. അവർക്ക് എവിടെങ്കിലും പോയി പഠിക്കാൻ പറ്റും. അവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റും. നമ്മുടെ ഈ നാട്ടിലേക്കൊക്കെ അവരെ വരാൻ പ്രേരിപ്പിക്കുന്നത് പോലും ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. 2 നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. വളരെ കഷ്ടപ്പാടിലും വളരെ വേദനയിലും വളരെ വിഷമത്തിലും ജീവിക്കുന്ന ഒരു തലമുറ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പറയാൻ ആഗ്രഹിച്ചതാണ്. നിലവിലുണ്ടായ സാഹചര്യത്തിലെ വിഷമം കൊണ്ട് കഴിഞ്ഞ 10-15 വർഷമായി ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഇന്ത്യയിലെ ഒരുപാട് ഉൾനാടൻ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും പോകാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ദയനീയമായി ജീവിക്കുന്ന ഒരു തലമുറ. നമ്മുടെയൊക്കെ ഉപ്പമാരും ഉമ്മമാരുമൊക്കെ ഒരു 30-40 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തന്നിരുന്ന കഥകളിൽ മാത്രം നമുക്ക് കേട്ടു പരിശീലിച്ച പരിചയിച്ച ഒരു ജീവിതം ഇന്നും അതിന്റെ എത്രയോ 100 വർഷം പിറകിലൊക്കെ ജീവിക്കുന്ന എത്രയോ നാടുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ അവിടെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുങ്കനൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. പുങ്കനൂരിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ അകലെ നാഗരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരു മദ്രസ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹദിയയുടെ കീഴിൽ. അവിടെ പോകാൻ സാധിച്ചപ്പോൾ ആ ഒരു ഗ്രാമം കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. അവിടെ ഒരു മനുഷ്യർ ജീവിക്കുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തും. അവിടെ പള്ളി കണ്ടാൽ നമുക്ക് കരച്ചിൽ വരും. എന്നിട്ട് നമ്മൾ ഇതിനെ വിലയിരുത്താൻ, ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ കണ്ണു മഞ്ഞളിച്ചു പോവുകയാണ്. നമുക്ക് അള്ളാഹു നൽകിയ വളരെ ചുരുക്കം സമയം നമുക്ക് നൽകിയ ഒരു ജീവിതത്തിന്റെ അവസ്ഥയിൽ നമ്മളെല്ലാം മറന്നു ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചിരുന്ന ഒരു തലമുറയുടെ പിൻഗാമികൾ വലിയമ്മമാരോടും വലിയപ്പമാരോടൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ഒഴിവ് കിട്ടുമ്പോൾ ചോദിക്കണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലുമുറിയ പണിയെടുത്താലും തുച്ഛം മാത്രം പണം കിട്ടി, തുച്ഛം മാത്രം അണകൾ മാത്രം ശമ്പളം കിട്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചോറ് വെച്ചു കഴിച്ചാൽ അന്ന് പെരുന്നാൾ കഴിച്ചിരുന്ന ഒരു തലമുറ എന്റെയും നിങ്ങളുടെയും പ്രപിതാക്കന്മാർ 30-40 വർഷം മുമ്പ് ഇവിടങ്ങളിൽ ജീവിച്ചിരുന്നു എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഉടുത്ത തുണി പാടത്ത് പോയി കുളത്തിൽ പോയി അഴിച്ച് തോർത്തെടുത്തത് കഴുകി അത് പിടിഞ്ഞുണക്കി അത് വീശി അത് 2 മരത്തിന്റെ ഇടയിൽ ബന്ധിപ്പിച്ച് ഉണങ്ങുന്നത് വരെ കാത്തുനിന്ന് അതുതന്നെ ഉടുത്ത് തിരിച്ചു വന്നിരുന്ന ഒരു നാട്ടിലെ സാഹചര്യം നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായിരുന്നു. മഴ വരുമ്പോഴേക്ക് സ്വന്തം മക്കൾക്ക് ചോർന്നൊലിക്കുന്ന പെരയിൽ ഒന്ന് സുഖമായി കിടന്നുറങ്ങാനുള്ള ഇടമെവിടെയെന്ന് ചോദിച്ച് വ്യസനിച്ചിരുന്ന ഓരോ രക്ഷിതാക്കളുടെ കാലഘട്ടം കഴിഞ്ഞുപോയി. നമുക്ക് കുറച്ച് സുഖിച്ച് ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകിയപ്പോ നമുക്ക് കുറച്ച് ഇഷ്ടം പോലെ മൊബൈൽ വാങ്ങാനും ഇഷ്ടം പോലെ TV വാങ്ങാനും ഇഷ്ടം പോലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാനും നല്ല വീടുണ്ടാക്കാനും നല്ല സംവിധാനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അള്ളാഹു നൽകിയപ്പോ നമ്മൾ മറന്നു പോവുകയാണ്. സത്യത്തിൽ ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം. ഇതിനെ നേരിടാനുള്ള പക്വതയും പാകതയുമാണ് നമ്മൾ ആർജിക്കേണ്ടത്. വളരെ കൃത്യമായി പറഞ്ഞാൽ നമ്മളോട് നഫ്സിനോട് യുദ്ധം ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ഓഫറുകൾക്ക് മുമ്പിൽ എങ്ങനെ ജീവിക്കണമെന്ന ഒരു ജാഗ്രതയോടെയുള്ള ഒരു ബോധം നമ്മളിൽ നമ്മുടെ മക്കളിൽ വളരെ നിർബന്ധമായി സന്നിവേശിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ വളരെ വലിയൊരു ദുരന്തം കാണാതിരുന്നുകൂടാ. വളരെ വലിയൊരു ദുരന്തം നമ്മൾ കാണാതിരുന്നുകൂടാ. ഇന്ന് നമ്മുടെ നാട്ടിൽ അറിവ് തേടി വരുന്ന ഒരു സമൂഹം വളരെ പ്രയാസമനുഭവിച്ച് തിക്കി ഡെങ്ങി ഞെരുങ്ങി 4 സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് ആ സാധുക്കൾ ഇവിടെ വന്നത്. 4 സ്റ്റേറ്റ്. അവിടെ ഇപ്പോഴൊന്നും ആരും അവരോട് ടിക്കറ്റ് വെച്ചില്ല. നാട്ടിലൊന്നും ടിക്കറ്റ് ചോദിക്കൂല. ചില ആളുകൾക്ക് കൃമിയുടെ അസുഖം പിടിപെട്ടപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ മുൻ തലമുറക്കാർ ഏകദേശം ഒരു നൂറ്റാണ്ടു മുമ്പും ഈ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ നാട്ടിൽ ഉപ്പമാരില്ലാത്ത ഒരു തലമുറ ഒരുപാടുണ്ടായപ്പോ, കലാപങ്ങളിലൂടെ ഉപ്പമാർ നഷ്ടപ്പെട്ടപ്പോ, നാടുകടത്തപ്പെട്ട് ഒരുപാട് കുടുംബങ്ങളിൽ നാഥനില്ലാത്ത സാഹചര്യമുണ്ടായപ്പോ, ഇന്നും അന്തമാനിൽ പോയാൽ നിങ്ങൾക്ക് മണ്ണാർക്കാട് കാണാം, തിരൂര് കാണാം, പാണ്ടിക്കാട് കാണാം. ഒരുപാട് നാടുകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അന്നത്തെ കാലത്ത് ഇവിടത്തെ അധീശാധികാരികളായിരുന്ന ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത ആളുകളെ നാടുകടത്തി പാർപ്പിച്ചു. അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ തോട്ടങ്ങളിൽ, അവിടുത്തെ കാടുകളിൽ പണിയെടുപ്പിക്കാൻ അവിടെ കൊണ്ടുപോയി. അവിടെ മക്കൾ ഇവിടെ ദുരിതം അനുഭവിച്ചിരുന്നു. മെഡഗാസ്കർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഭാഗമായി ആഫ്രിക്കയോട് തൊട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്, മെഡഗാസ്കർ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ പോയാൽ ഒരുപാട് ഇന്ത്യൻ വംശജരെ കാണാം. ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ടതാണ്. ഇങ്ങനത്തെ ഒരുപാട് പ്രദേശങ്ങളിൽ അന്ന് ഇവിടെ പ്രയാസം അനുഭവിച്ചപ്പോൾ പിന്നെ കോളറ പോലത്തെ വലിയ ദുരന്തങ്ങൾ വന്നു. നമ്മുടെയൊക്കെ നാടുകളിൽ ഒരുപാട് പട്ടിണി, പാവങ്ങളായ ഒരുപാട് ആളുകൾ നിരന്തരമായി എല്ലാ വീട്ടിലും പട്ടിണിയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വന്നിട്ടാ കോഴിക്കോട്ടെ JDT ഇസ്ലാം പോലത്തെ എത്തീങ്കാനകൾ ഉണ്ടാക്കിയത്. അവരാണ് നമുക്ക് ഊർജം പകർന്നു നൽകിയത്. ഞാനിത് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ജീവിതത്തിലെ വിവിധ അവസരങ്ങൾ തരും. ഇപ്പോ ഈ ഒരു തലമുറ വിഷമം അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തലമുറ ലാഞ്ചിക്ക് കയറിയിട്ടും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും നാട് വിട്ടിട്ടും എത്രയോ പ്രയാസങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെട്ടത് കൊണ്ട് പുതിയ തലമുറക്ക് അതറിയില്ല. ഓരോ ദിവസം ഓരോ പേന കൊണ്ടടക്കുമ്പോ, ഏറ്റവും നല്ല സ്കൂൾ ബസ്സിൽ പോകുമ്പോ, LKGക്ക് പോലും 10-25,000 രൂപ ഡൊണേഷൻ കൊടുക്കുമ്പോ നമുക്കറിയില്ല ഏതൊരു അനുഗ്രഹത്തിന്റെ പുറത്തിലുള്ള പരീക്ഷണത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയാതെ പോകുന്നു. ഇത് വളരെ ചെറിയ ചില ഘട്ടങ്ങളാണ്. ജീവിതത്തിലെ വളരെ നിസ്സാരമായ ഒരു ഘട്ടമാണ്. 80കളും 70കളും കഴിഞ്ഞു പോയത് തൊട്ട് മുമ്പാണ്. കേരളത്തിലെ നമ്മുടെ ഗ്രാമങ്ങളിൽ എങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കണം എന്ന്, ലാട്രിൻ പോലും എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കാൻ വിദേശത്ത് നിന്ന് ആളുകൾ ഇവിടെ നടന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു ചുരുക്കം ഇതാണ്. നമ്മൾ അഹങ്കരിച്ചു ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സ്വത്തും ഈ സമ്പാദ്യങ്ങളും ഈ കളിയും ഈ ലഹരിയും ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നതാണെന്നൊരു മിഥ്യാധാരണ നമുക്ക് വന്നുപെട്ടിരിക്കുന്നു. അവിടെ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാകണം. അതുകൊണ്ട് മാത്രമാണ് അത് പറയാൻ ആഗ്രഹിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവസരത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത് പടച്ചവനെ എങ്ങനെ ഓർത്ത് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ കൃത്യമായ ഒരു ധാരണയോടെ മുന്നോട്ട് കൊണ്ടുപോകുക. കിട്ടിയ അവസരങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക എങ്ങനെയാണ്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അള്ളാഹു നൽകിയ അവസരത്തിൽ നമ്മൾ അള്ളാഹുവിനെ കാംക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ചില നിയതമായ മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവിതത്തിലെ ഓരോ നിമിഷവും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാനാണ് പറഞ്ഞത്. അള്ളാഹുവിനെ ആരാധന നിർവഹിക്കുന്നതിൽ ഹലാവത്ത് കണ്ടെത്താൻ, മാധുര്യം കണ്ടെത്താൻ പറഞ്ഞു. ഓരോ കാര്യങ്ങളിലും, അത് നമ്മുടെ ആരാധനകളാണെങ്കിലും സ്വഭാവങ്ങളാണെങ്കിലും നമ്മുടെ പെരുമാറ്റങ്ങളാണെങ്കിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊരു സംവിധാനത്തിൽ മുഅ്മിനെത്താൻ സാധിക്കണം. നമ്മൾ കേവലമായ ചില ചടങ്ങുകൾ നിർവഹിക്കുന്നു, മുസ്ലിമിന്റെ പേരിൽ കേവലമായ ചില ചടങ്ങുകൾ നിർവഹിക്കുന്നു, കൂട്ടത്തിലൊരു നിസ്കാരം. ഇന്നത്തെ വിഷയത്തിന്റെ മർമ്മമായ കാതലായ വശം അതാണ്. നിസ്കാരം നിർവഹിക്കുന്നവർ പോലും കേവലമായ ഒരു ആരാധന പോലെ അതിനെ കാണുന്നു, കേവലമായ റിച്വൽസ്. കുറെ ആൾക്കാർ അവിടെ പോയി ആരാധിക്കുന്നു, ചില ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ അമ്പലം കാണുമ്പോൾ ഇങ്ങനെ ആക്കുന്നു, ചില ആൾക്കാർ ഇങ്ങനെ ചില വഴിപാടുകൾ നടത്തുന്ന പോലെ നമ്മൾ ആരാധനയെ എല്ലാറ്റിനെയും കാണുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു ചെറിയ മാറ്റം, മുസ്ലിം എന്ന രീതിയിലെ നമ്മുടെ ആലോചന ഏത് രീതിയിലേക്ക് പോകണമെന്ന ഒരു ചെറിയ ചിന്ത മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് പകർന്നു നൽകാനാണ്, എനിക്കും നിങ്ങൾക്കും പകർന്നു നൽകാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നിസ്കാരത്തിൽ നിന്നു തന്നെയാണ് അള്ളാഹുവിനോടുള്ള ആരാധനയുടെ ഒരുപാട് ഘടകങ്ങൾ നമുക്കറിയാം. എന്താണ് നമ്മൾ മുസ്ലിം എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം എന്താണ്? സംവരണത്തിന് നമ്മൾ അവകാശികളാണ്, ആനുകൂല്യങ്ങൾ കിട്ടാൻ നമ്മൾ ആൾക്കാരാണ്. സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ മുസ്ലിം റിലീജിയന്റെ കോളത്തിൽ ഇസ്ലാം എന്ന് എഴുതി വെക്കും. ജനിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പേരിട്ടിട്ട് ഉസ്താദിനോട് അതിന്റെ അർത്ഥം ചോദിക്കും. മുമ്പ് ഏതാ നല്ല പേര് എന്നാ ചോദിക്കും. അപ്പൊ അറബി പഠിച്ചെന്നെ പോലത്തെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു കണകുണ പേരുണ്ടിടും, എന്നിട്ട് എന്താ ഉസ്താദ് ഇതിനൊരു അർത്ഥം ഉണ്ടാക്കി തരണം എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പൊ മൊത്തത്തിലുള്ളത്. എന്തെങ്കിലും ഒരു പേര് എന്നൊക്കെ നമ്മൾ ഈ മാധുര്യത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിലും ഈ മാധുര്യത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഓരോന്നും പറയുമ്പോൾ ഭയങ്കര പ്രയാസം വരും. അത് അവിടെയാണ് നമ്മുടെ ഈ ഹലാവത്തിന്റെ, നമ്മുടെ ഈ ട്രഡീഷന്റെ, നമ്മുടെ ഈ പാരമ്പര്യത്തിന്റെ മാധുര്യം നുകരാനുള്ള ഒരു രീതിയിൽ ഇസ്ലാമിനെ സമീപിക്കണം എന്നതിന്റെ ഒരു ചിന്ത ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽപോലും നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പഴയ തലമുറയുടെ, ഇങ്ങനെ ഒരു യുവാക്കളായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ പേരെടുത്ത് നോക്കിയാൽ കുറെ അഹമ്മദും ഇബ്രാഹിമും മുഹമ്മദും സുലൈമാനും ഫാത്തിമയും സുമയ്യയും ഒക്കെ കാണും. അവിടുന്ന് അങ്ങോട്ട് നമ്മളൊക്കെ പേര് വെച്ച, ഇപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും. തലമുറയിൽ ഈ പേരൊക്കെ മാറിയിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു 4 അക്ഷരം ചേർത്തിട്ടുണ്ട് പേരിടും. ഞാനത് പറഞ്ഞത് എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടാനുള്ള, എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഫാഷനായിട്ട് ജീവിക്കണം എന്ന ഒരു ചിന്ത നമുക്ക് വരുന്നത് റബ്ബിന്റെ, അല്ലാഹ് എന്ന ആ ഒരു അപാരമായ ശക്തിയിലുള്ള യഥാർത്ഥമായ ഒരു കണക്ഷൻ മുസ്ലിമിന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതം മുഴുവനും നമ്മളൊരു പ്രതിജ്ഞ എടുക്കേണ്ട. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ഒരു പ്രതിജ്ഞയുണ്ട്, മനുഷ്യനെടുക്കുന്നു. പടച്ചവനെ, ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. ആകാശഭൂമികൾ സൃഷ്ടിച്ച തമ്പുരാനെ, നിന്റെ മുമ്പിലേക്ക് ഞാനിതാ എന്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ മറ്റു ആരാധനകൾ, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം, സകലം ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവനെ, ലോകരക്ഷിതാവായ, ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീൻ, ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, നിനക്കു വേണ്ടിയുള്ളതാണ്. ഈ ഒരു പ്രതിജ്ഞ നമ്മളിങ്ങനെ എടുക്കുക. ഞാനും നിങ്ങളും അതിനോട് പൂർണ്ണമായി എതിര് ചെയ്യുക. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്ത് പോലും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ ചെയ്യണത് എന്ന് ആലോചിക്കണം. നമ്മൾ അങ്ങനെയാണ് വാദിക്കുന്നത്, നമ്മൾ അങ്ങനെയാണ് നിയ്യത്ത് വെച്ചത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അതിന്റെ അവസാനം അല്ലാഹു പറയുന്നു, വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ أولئك هم الوارثون الذين يرثون الفردوس وهم فيها خالدون. അല്ലാഹു മുഅ്മിനീങ്ങളായ വിജയിച്ച മുഅ്മിനീങ്ങളുടെ ഉദാഹരണം, വിജയിച്ച മുഅ്മിനീങ്ങളുടെ വിശേഷണം അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. സൂറത്തുൽ മുഅ്മിനൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരുടെ നമസ്കാരത്തിൽ അല്ലാഹുവിന് ഭയഭക്തിയോടെ, അല്ലാഹുവിനോട് ഭയഭക്തിയോടെ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ. അവസാനം പറഞ്ഞത് അവരുടെ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകൾ. ആദ്യം നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, പ്രതിജ്ഞ. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ പ്രതിജ്ഞ പറഞ്ഞു. ജീവിതം, മരണവും നിസ്കാരവും, ജീവിത എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന് എന്ന ഒരു പ്രതിജ്ഞ ചെയ്യുന്ന ആളുകളാണ്. വസ്ത്രം ധരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, ഭക്ഷണം കഴിക്കുന്നത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്, പഠിക്കുന്നത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്. വില്ലേജ് ഓഫീസിലെ പ്യൂണായിട്ട് ജോലി ചെയ്യുകയാണെങ്കിലും പടച്ചവനെ അല്ലാഹുവിനുള്ള ഇബാദത്താണ്. ബർത്ത് സർട്ടിഫിക്കറ്റിന് വരുന്ന ഒരു സാധു മനുഷ്യന് എന്താ ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ച് പരമാവധി കാര്യങ്ങൾ ചെയ്തു തരുന്നത് എനിക്ക് അല്ലാഹു നൽകിയ ഒരു അധികാരം, ഒരു സാഹചര്യം, ഒരു അറിവ്, കഴിവ് എല്ലാം അല്ലാഹുവേ നിന്റെ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളൊക്കെ നിസ്കാരത്തിന്റെ തുടക്കം അതാണ്. അല്ലാഹുവിനോടുള്ള പ്രതിജ്ഞ പുതുക്കുകയാണ്, വെള്ളം മൂടിവെക്കുകയാണ്, അല്ലാഹുവിനുള്ള ഇബാദത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വെള്ളത്തിന്റെ പാത്രം മൂടിവെക്കണം, ഭക്ഷണത്തിന്റെ പാത്രം മൂടിവെക്കണം, ഇബാദത്താണ്. ഭക്ഷണം പാചകം ചെയ്യുകയാണ്, ഇബാദത്താണ്. വൃത്തിയാക്കുകയാണ്, ഇബാദത്താണ്. മീശ വെട്ടുകയാണ്, ഇബാദത്താണ്. ഉള്ളിലുള്ള രോമങ്ങൾ വൃത്തിയാക്കലാണ്, ഹംസുൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ നിഖില മേഖലകളിൽ ഓരോ കാര്യം ചെയ്യുന്നതും അള്ളാഹുവിനുള്ള മാർഗത്തിലാണ്, അള്ളാഹുവിന്റെ ദിക്റാൻ, അള്ളാഹുവിന്റെ ഓർമ്മയാണ്. മുഅ്മിനിന് ഓരോന്നും ഫീ ബുളൈ അഹദികും സദഖ. ഞാൻ ഒരു ജനറൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ നിസ്കാരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം വഫീ ബുളൈ അഹദികും സദഖ, വഫീ ബുളൈ അഹദികും സദഖ. നിങ്ങളുടെ ലൈംഗികത പോലും അത് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ഓഫറാണ്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. പടച്ചവനെ ഓർമ്മിക്കാൻ കഴിയണം. ഇത് ബ്രഹ്മചര്യ അനുഷ്ഠിക്കാനുള്ളതല്ല, ഇത് വഴിവിട്ട ലൈംഗികതയിലേക്ക് പോകാനുള്ളതുമല്ല. സ്വർഗ ലൈംഗികതയിലേക്കോ മോശമായ ലൈംഗിക പ്രവർത്തനങ്ങളിലേക്കോ നികൃഷ്ടമായ ലൈംഗിക ദൃശ്യം കാണുന്നതിലേക്കോ ബ്ലൂ ഫിലിം കാണുന്നതിലേക്കോ അത് ബ്ലൂടൂത്ത് വഴി കൈമാറുന്നതിലേക്കോ അത് നിരന്തരം കണ്ട് ചീത്ത ആസ്വാദനം നടത്തുന്നതിലേക്കോ അന്യന്റെ ഹറാമായ നോട്ടം അന്യരിലേക്ക്, ആണ് പെണ്ണിലേക്കും പെണ്ണ് ആണുകളിലേക്കും ലൈംഗിക താല്പര്യത്തോടെ നോക്കുന്നതിലേക്കോ ഒന്നുമല്ല. നിങ്ങളുടെ ലൈംഗികത പോലും നിങ്ങൾക്ക് ഇബാദത്താണ്. വഫീ ബുളൈ അഹദികും സദഖ വല്ലദീന ഹും ലിഫുറൂജിഹിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫഹദ് മേപ്പറമ്പ് DC ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? നല്ലൊരു പ്രസംഗമായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കണ്ടില്ലേ? ഫഹദ് മേപ്പറമ്പ് പാലക്കാട് നിന്ന് ഉള്ള ലൈവാണ്. ഫഹദ് മേപ്പറമ്പ് ജുമാ മസ്ജിദിന്റെ അങ്ങോട്ട് നിന്നുള്ള ലൈവാണ് നമ്മൾ കേൾത്തുകൊണ്ടിരിക്കുന്നത്. സുബൈർ ഉദവി ചേകനൂരിന്റെ പ്രസംഗം ഞാൻ മൈക്കിൽ റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോ അവന്റെ കണ്ണിന്റെ ചെവി കൊണ്ട് കേൾക്കുന്നതും നാവ് കൊണ്ട് പറയുന്നതും സിനയാണ്. വലാ തഖറബുസ് സിന. അതിലേക്ക് പോകരുത്. സബൂഹൽ മൂബിഖാത്താണ്. അല്ലാഹു ബഹുമാനിച്ച ഒരു ഇബാദത്ത് അവിടെ നടക്കുന്നു, ഒരു ശിആർ നടക്കുന്നു. നിക്കാഹ് സവ്വജ്തുക വ അൻകഹതുക. ഇതൊരു വലിയ ശിആറാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കുന്നവരുടെ മനസ്സിൽ തഖ്വയുണ്ട് എന്നാണ്. അപ്പൊ വിവാഹം നടക്കുമ്പോൾ ഉസ്താദന്മാര് പണ്ഡിതന്മാര് പറയുന്നത്, നിക്കാഹി നിങ്ങൾ പേക്കൂത്ത് നടത്തരുത്, പടക്കം പൊട്ടിക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, കള്ളിന്റെ കുപ്പി പൊട്ടിക്കരുത്, ആർഭാടം കാണിക്കരുത്. നിങ്ങൾ വളരെ മോശമായിട്ട് മറ്റേ JCBന്റെ തുമ്പിക്കയിലും അതുപോലെ കാളവണ്ടിന്റെ ഇതിലുമൊക്കെ അതൊരു നികൃഷ്ടമായിട്ട് എന്തെങ്കിലുമൊക്കെ പേക്കൂത്തുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ, അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ അത് ചെയ്യരുതെന്ന് പറയാൻ കാരണം ഇത് അള്ളാഹു ബഹുമാനിച്ച ഒരു ശിആറാണ്. ഈ ഒരു ചടങ്ങ് നിക്കാഹ് എന്ന് പറഞ്ഞ കാരണം ഇപ്പുറത്ത് വ്യഭിചാരമാണ്, ഇപ്പുറത്ത് വഫീ ബുളൈ അഹദികും സദഖ. നിങ്ങൾക്ക് സദഖയാണ്, പുണ്യമായ പ്രവർത്തനമാണ്. തുലാഇബുക വതുലാഇബുഹാ തുദാഇബുക വതുദാഇബുഹാ. ഒരു ഭാര്യയും ഭർത്താവും അവർ സന്തോഷിച്ചിരിക്കുമ്പോൾ പരസ്പരം ചിരിവാക്ക് പറയുന്നതും കളിവാക്ക് പറയുന്നതും ഇബാദത്താണ്. വലുഖമത്തുൻ തജാലുഹാ ഫീ ഇംറഅതിക സദഖ. നിങ്ങൾ സ്നേഹസല്ലാപത്തിനിടയിൽ ഒരു ഇണ തന്റെ തുണയുടെ വായിൽ ഒരു പിടി ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് സദഖയാണ്, പുണ്യപ്രവർത്തനമാണ്. നിങ്ങൾ സല്ലപിക്കുന്നത് സദഖയാണെന്ന് ശഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം പടച്ചവന് വേണ്ടിയിട്ടുള്ളതാണ്. എന്റെ ജീവിതത്തിലെ സകല അഖില നിഖില കാര്യങ്ങളും എന്റെ ഭക്ഷണം. ഞാൻ അതിലേക്ക് അങ്ങനെ വിശദീകരിച്ചു പോവുകയല്ല. ഞാൻ പറഞ്ഞു വന്നത് മുഅ്മിനിന് ഈ കാഴ്ചപ്പാടുണ്ടാകണം. അവന് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വരാൻ അവന് സാധിക്കണം. അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, അള്ളാഹ് എന്ന ചിന്ത, ദിക്ർ എന്ന് പറയുന്നത് 2-3 തരത്തിൽ വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരുപാട് ദിക്ർ ചൊല്ലും. അൽഹംദുലില്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് ദിക്റുകൾ ചൊല്ലും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ. ഇത് സാദാണ്. ഇത് നമ്മുടെ ഹൃദയത്തിന് നൽകുന്ന ഭക്ഷണമാണ്, ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് നൽകുന്ന ഭക്ഷണമാണ്. ഓരോ സമയത്തും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നു. ഫദ്കുറൂനി അദ്കുറുക്കും. ആളുകൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ദിക്റാൻ
മലമൂത്ര വിസർജനം ചെയ്യാൻ പോവാണ്. എല്ലാവരും പോവും, ലാട്രിനിൽ എല്ലാവരും പോവും. ദിക്റാൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഇടത് കാലെടുത്ത് വെച്ച് പറയുക. ഏത് കാലെടുത്ത് വെച്ചാലും അവിടെ പോയാൽ കാര്യം സാധിക്കും. പക്ഷേ മുഅ്മിനിന് അവന്റേതായ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പറഞ്ഞ കോലത്തിലുള്ള ഡ്രസ് ഇടാണ്ട് പോയാല് സാറ് പുറത്താക്കും. സാറ് പഠിപ്പിച്ചത് വേറെ ഡ്രസ്സിലായതുകൊണ്ട് മനസ്സിലാവായിട്ടല്ല, മനുഷ്യനൊരു ഡിസിപ്ലിൻ പഠിപ്പിക്കുകയാണ്, ഒരു അച്ചടക്ക ബോധം പഠിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇടതുകാൽ എടുത്തു വെച്ച്. കാരണം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുമ്പോ നിങ്ങൾ ചെരുപ്പ് ധരിക്കണം, തലമറക്കണം, ആദാബുകൾ ഒരുപാട് പറഞ്ഞു. എന്തിനാ? അല്ലാഹുവിന്റെ ദിക്റിലായി മനുഷ്യൻ ജീവിക്കാൻ, ശുദ്ധീകരിക്കാൻ പറഞ്ഞു. അല്ലാഹുമ്മ തത്ഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർദി മിനൽ ഫവായിഷ്. ദിക്ർ ചെല്ലാൻ പറഞ്ഞു. പഠിച്ചവനെ, ഈ ഒരു കാര്യം ഗുഫ്റാനക അൽഹംദുലില്ലാ. ഓരോ കാര്യവും ബ്രഷ് ചെയ്യുമ്പോ എന്റെ ഉമ്മത്തിന്റെ മേൽ ബുദ്ധിമുട്ടാകില്ലെങ്കിൽ ഞാൻ അവരുടെ മേൽ ബ്രഷ് ചെയ്യൽ, മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സുന്നത്താണ്, മുഅ്മിനിന് ഇബാദത്താണ്. ദിക്റുല്ലാഹ്, അല്ലാഹുവിലേക്കും. ഉമ്മാനെ കാണുമ്പോ, ഉപ്പാക്ക് സേവനം ചെയ്യുമ്പോ, അയൽവാസിനെ കാണുമ്പോ ദിക്റാണ്. അല്ലാഹുവിന് കൽപ്പിച്ച ഒരു കർമ്മത്തിലേക്കുള്ള മടക്കമാണ്. അല്ലാഹു കൽപ്പിച്ച ഒരു കർമ്മത്തിലേക്കുള്ള മടക്കമാണ്. ഒരു അയൽപക്ക ബന്ധം പുലർത്തൽ പോലും. ലൈസൽ വാസിലു ബിൽ മുകാഫി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ ഒരു ഹദീസ് കാണാം. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബ ബന്ധം ചേർക്കുക. ഞാൻ ഭയപ്പെട്ടു പോയി. ജിബ്രീൽ അലൈഹിസ്സലാം യൂസിനി ഫിൽ ജാരി, അയൽവാസിയുടെ കാര്യത്തിൽ ഇന്നെങ്ങനെ വസിയത്ത് ചെയ്യാൻ, അയൽവാസിയുടെ കാര്യം പരിഗണിക്കണേ, അയൽവാസിയോട് ബന്ധം പുലർത്തണം എന്നിന്നെങ്ങനെ നിർബന്ധിക്കാൻ. ഞാൻ ഭയപ്പെട്ടു. ഞാൻ മരിച്ചാൽ അവകാശം ഈ മുസ്ലിം ഉമ്മത്തിനോട് നിങ്ങളുടെ മരിച്ചാലുള്ള അനന്തരാവകാശികളിൽ അയൽവാസിനെ കൂടി ഉൾപ്പെടുത്തുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ശ്രീലങ്കക്കാര് വന്നപ്പോ വാപ്പാനെ കൊന്നു. ഭയപ്പെടണം, എത്ര പ്രശ്നമായിരിക്കുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ശ്രീലങ്കക്കാരനെ രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ വാപ്പാനെ കൊന്നു മക്കള്. സ്വത്തിന്റെതാണ് പ്രശ്നം. സ്വത്ത് വിഭജിച്ചു പോവാന്നുള്ളതാണ് പ്രശ്നം. ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. അത്രയും വലിയ വിഷയമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അയൽവാസിക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ? ഈ സാധുക്കൾക്കറിയില്ല, കൊന്ന സാധുക്കൾക്കറിയില്ല. വാപ്പാനെ കൊന്നാൽ കൊലയാളിക്ക് അനന്തരാവകാശമില്ല. ഞാനെങ്കിലും വാപ്പാനെ തട്ടിയിട്ട് സ്വത്ത് കൈക്കലാക്കാമെന്ന് ദുരാഗ്രഹിക്കരുത്. ഇസ്ലാമിക വിധി പ്രകാരം കൊന്നതിന് അനന്തരാവകാശമില്ല. അതിന്റെ വസ്തുത വേറെയാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാകാന ജിബ്രീൽ യൂസിനി ഫിൽ ജാരി. അയൽവാസിയുടെ കാര്യത്തിൽ എന്നെങ്ങനെ വസിയത്ത് ചെയ്യാണ്. അയൽവാസിയുടെ ബന്ധം നിങ്ങൾ പരിഗണിക്കണം. കാരണം ഞാൻ ഭയപ്പെട്ടു പോയി അതിൽ അനന്തരാവകാശം കൂടി കൊടുക്കണം എന്ന് അള്ളാഹു പറയുമോ? മരിച്ചാൽ അയൽവാസിക്കും കൂടി കുറച്ച് അനന്തരാവകാശമുണ്ട് എന്ന് പറയുമോ? അത് ഇബാദത്താണ്. അനന്തരാവകാശിയോട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി. നമ്മളൊക്കെ സാധാരണ ഓല് ഇങ്ങോട്ട് ബന്ധം പുലർത്തുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് ബന്ധാവാം. അയൽവാസി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഇപ്പൊ ഇങ്ങോട്ട് നമ്മളെ പരിഗണിക്കലൊന്നുമില്ല, അപ്പൊ നമുക്ക് അങ്ങോട്ടും പരിഗണിക്കണ്ട. നമ്മൾ സാധാരണ വളരെ കാഷ്വലാണ്. അതിലും എത്ര കുഴപ്പമില്ലാന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങോട്ട് നമ്മൾ കണ്ട മുണ്ടലില്ല, പിന്നെ നമ്മൾ എന്തിനാ അങ്ങോട്ട് മുണ്ടണ്? കുടുംബക്കാരെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാം, പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? എന്നാണ് നമ്മുടെ ന്യായം. ആ ന്യായം ഉഷാറാണെന്ന് നമ്മൾ വിചാരിക്കും ചെയ്യുന്നു. ആ ന്യായം ഉഷാറാണെന്ന് നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി. അയൽപക്ക ബന്ധം ചേർക്കുന്നവനല്ല, ഈ കുടുംബ ബന്ധം ചേർക്കുന്നവൻ പകരത്തിന് പകരം ചെയ്യുന്നവനല്ല. ഇങ്ങോട്ട് ബന്ധം മുറിച്ചാൽ പോലും അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാണ്. ഇങ്ങോട്ട് ബുദ്ധിമുട്ടേ ചെയ്യുന്നുള്ളൂ. അവരെപ്പോഴും ഞങ്ങളോട് ബുദ്ധിമുട്ടാ ചെയ്യുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങളാണ് നിങ്ങളുടെ പടച്ചോനെ കാണേണ്ടത്. നിങ്ങളുടെ ഹിസാബ് നിങ്ങളാണ്, അവരുടെ ഹിസാബ് അവരോട് ചോദിച്ചോളൂ. വാപ്പ മക്കളെ നോക്കണമെങ്കിൽ വാപ്പാനോട് ചോദിക്കും, എന്താ മക്കളെ നോക്കാൻ ഞാൻ? മക്കള് വാപ്പാനെ നോക്കണമെങ്കിൽ മക്കളോടാ ചോദിക്കും, നിങ്ങൾ എന്താ നോക്കാൻ ഞാൻ? ഇതിന് പകരമായിട്ടല്ല ഇതൊന്നും കണക്കാം. ഒക്കെ ഓരോരുത്തർക്ക് അള്ളാഹുവിനോടുള്ള ഇബാദത്താണ്. ഇതിലെല്ലാം പടച്ചോനെ നോക്കാൻ വേണ്ടി പറഞ്ഞു, പടച്ചോനെ കാണാൻ വേണ്ടി പറഞ്ഞു, അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തി ജീവിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ മുഅ്മിനിന്റെ ഏറ്റവും വലിയ, ഇതിനൊക്കെ മുഅ്മിനിന് ആവത് വേണം, പക്വത വേണം, പാകത വേണം. നമുക്കിതൊക്കെ ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് വേണം. നമ്മളൊരു ലോകകപ്പ് വരുമ്പോഴത്തേന് 4 മാസം മുമ്പ് നമ്മൾ കട്ടൗട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഒരു 2 മണിക്കൂർ കളി കാണണമെങ്കിൽ ഇപ്പൊ അതും കൂടി പാടില്ല എന്ന് പറഞ്ഞാൽ ഈ സാധു ഏത് നാട്ടിൽ നിന്നാ വരണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. 2 മണിക്കൂർ കളി കാണുന്നതല്ല പ്രശ്നം, അതിന്റെ പേരിലുള്ള പേക്കൂത്തുകൾ, എന്തെല്ലാം ആഭാസങ്ങൾ.
എന്തെല്ലാം പ്രയാസങ്ങൾ, എത്ര സ്വത്ത് നശിപ്പിക്കുന്നു. ആർക്കെങ്കിലും ഈ ബ്രസീലിന് പോലും ഇത്ര വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല. കാരണം അവിടെ നാട്ടിലെത്തോളം ഈ മൊത്തം പ്രശ്നങ്ങളായിരിക്കും. ഇന്നിപ്പോ ഏതൊക്കെ വലിയ കളിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ബ്രസീലിൽ പോലും ആൾക്കാർ സമരം നടത്തുകയാണ്. കാരണം അവിടുത്തെ പാവങ്ങളായ ആളുകൾ, അവിടുത്തെ ദരിദ്രരായ ആളുകൾക്ക് ഗവൺമെന്റ് കൊടുക്കേണ്ട പണം അവരുടെ ബജറ്റിൽ നിന്ന് മാറ്റിവെച്ചിട്ടാണ് കോടിക്കണക്കിന് റുപ്യയുടെ ഒരു മാമാങ്കം, സ്പോർട്സ് മാമാങ്കം അവിടെ നടത്തുന്നത്. അതിന്റെ പേരിൽ ഗവൺമെന്റ് കാല് പിടിച്ചിട്ടാണ് മെട്രോ ജീവനക്കാർ സമരം നിർത്തിയത്. ആ നാട്ടിൽ ഇത്ര വലിയ ആവേശമില്ല. കളി കാണുക എന്നുള്ളതിനപ്പുറം തന്റെ ബുദ്ധിയും ചിന്തയും സമയവും എല്ലാം നശിപ്പിക്കുക. നിസ്കരിക്കാൻ നിന്ന് അതായിരിക്കും ഓർമ്മ, തറാവീഹിന് മുഴുവൻ ഇതായിരിക്കും ഓർമ്മ, ഇതായിരിക്കും ചിന്ത. ഒന്നെങ്കിൽ പ്രിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ, ഇതാണല്ലോ രണ്ടാമത് നടക്കുക. ഒന്ന് മുമ്പുള്ള കളിന്റെ മുമ്പ് ഇന്ന് കളി നടക്കാൻ പോകണമെങ്കിൽ ഇന്ന് ഫുള്ള് പത്രം വായിക്കുക, എങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയാണ്. എന്നിട്ട് ആ പോലെ ഒന്നും നടക്കൂല, ആകെ തോറ്റു തൊപ്പിടും. പിറ്റേ ദിവസം എങ്ങനെ ഇതൊക്കെ സംഭവിച്ചതാണ് പ്രിവ്യൂ, ഒന്ന് റിവ്യൂ. ഇതൊക്കെ നിസ്കാരത്തിന് നോമ്പും ഒക്കെ ഇതാണ് ഇതൊക്കെ നശിപ്പിക്കാൻ പോകുന്നെന്ന് വിചാരിച്ചത്. ഇവിടെ മുഅ്മിനായ മനുഷ്യൻ അവന് ജീവിക്കേണ്ട കൃത്യമായ ഒരു ധാരണയുണ്ട്. ഞാൻ ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവൻ ഏത് ലോകത്താണ് ഈ ജീവിക്കുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട, ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ മുഅ്മിനായ മനുഷ്യൻ എന്നല്ല, ഇത് നിങ്ങൾ ഇവിടെ എവിടെയും കാണാത്ത ഒരു വളരെ വലിയൊരു പേക്കൂത്ത നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമുക്കാർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ എന്ന് പറയുന്ന ഒരു സംഗതിയെ ലോകത്തുനിന്ന് ഇല്ലാണ്ടായി. വാപ്പാർക്ക് മക്കളോട് പറയാൻ പേടിയാ. എല്ലാം വാങ്ങിക്കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ മോനെ നിസ്കരിച്ചോന്ന് ചോദിക്കാൻ പേടിയാ. അങ്ങനത്തെ ഒരു കാലത്താണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. പിന്നല്ലേ റോട്ടിന്റെ മുമ്പിൽ, പള്ളിന്റെ മുമ്പിൽ ബോർഡ് നിൽക്കാണ്. ഇപ്പൊ ഏതോ പത്രത്തിൽ കണ്ടു, ഉസ്താദ് എന്ന് പറഞ്ഞാൽ കപ്പ് അർജന്റീനക്കാണ്. ഉസ്താദിന് പോലും പറയാൻ വയ്യാത്തൊരു കാലാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും ഈ തെമ്മാടിത്തത്തിനെതിരെയാണ്. ലോകത്ത് അങ്ങനെ പല നാട്ടിലും ആൾക്കാർ ഉണ്ട്. തെക്കിലൊക്കെ പോയാൽ അങ്ങനെ ഒരു ബോർഡ് ഒന്നും കാണാനില്ലല്ലോ. എവിടെ നിന്നാണ് ഈ ഇത് വരുന്നത്? നല്ലത് കേട്ട കൂടുതൽ കെടുന്നുള്ളതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയൊക്കെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ ചിന്ത നമ്മളിലേക്ക്, സർട്ടിഫിക്കറ്റിൽ പേരുണ്ട്, വാപ്പിയമ്മയും പേര് വിളിച്ചിട്ടുണ്ട്, ചിലപ്പം ബാങ്ക് വിക്കാമത്തും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ ഈ വിളിയാളം ഇടക്കിടക്ക് നടക്കുന്നില്ല. വളരെ അടിസ്ഥാനപരമായി ആ മുനാജാത്തുൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് നമുക്ക് നടക്കാതെ പോകുന്നു. നിസ്കരിക്കുന്നുണ്ട്, പരസ്യത്തിന്റെ ഇടയിൽ വന്നിട്ട് നിസ്കരിച്ചു പോവാണ്. ചിലപ്പോൾ സ്ത്രീരിയൽ കാണുന്ന പരസ്യമായിരിക്കും. സ്ത്രീരിയൽ കാണുന്നതിന്റെ ഇടയിൽ സഹോദരിമാര് നാട്ടിൽ അങ്ങനെ ആയിരിക്കും പറയുന്ന ഞാൻ വിചാരിക്കണേ. സ്ത്രീകൾ മാത്രം കാണുന്ന ഒരു പ്രോഗ്രാമാണ് സ്ത്രീരിയൽ. കുട്ടികൾക്ക് കാണാൻ പോകോന്ന് പറഞ്ഞിട്ടും അതുപോലെ കൊച്ചു ടി വി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. വലിയവർക്ക് കാണാൻ നിരന്തരമായി വാർത്താ ചാനലുകളുണ്ട്. ഇങ്ങനെ ഇരുന്ന് കുപ്പായിട്ടിട്ട് മറ്റേ രാഷ്ട്രീയ നേതാവ് സിനിമാ നടനെ തൊട്ടിട്ടില്ല, അതോ അടുത്തുകൂടെ പോയിട്ടുള്ളൂ, സൂം ചെയ്ത് അങ്ങനെയാണ്. അതിന് കുറെ മാന്യന്മാർ വന്നിങ്ങനെ ചർച്ച ചെയ്യും. നമ്മളിങ്ങനെ ഇരുന്ന് കണ്ടുപിടിക്കും. 8 മണി മുതൽ 9 മണി വരെ ഒരു ചാനലില്, 9 മണി മുതൽ 10 മണി വരെ ഒരു ചാനലില്. പെണ്ണുങ്ങളെയും കുട്ടികളെയും മാത്രം കണ്ട എല്ലാവരും ഇതിന് ഒരു നിലക്കല്ലെങ്കിൽ വേറെ നിലക്ക് നമ്മളിങ്ങനെ ഇതിന് അഡിക്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സമയം മുഴുവനും ഇതിന് നശിപ്പിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ഇതിന്റെ ഒക്കെ ഇടയിൽ നമുക്കൊരു നിസ്കാരം, പരസ്യത്തിന്റെ ഇടയിലാണ് നിസ്കാരം. 5 ദിവസത്തൊക്കെ കളിയൊക്കെ കാണാണ്ട് നിയ്യത്ത് ചെയ്തോണ്ടിരിക്കും. അതിന് കുറച്ച് നിസ്കാരമൊക്കെ ഉള്ള ആളായിരിക്കും. അപ്പൊ പരസ്യത്തിന്റെ ഇടയിൽ വേഗം നിസ്കരിക്കാൻ പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു കാട്ടിക്കൂട്ടലിലേക്ക് എന്റെയും നിങ്ങളുടെയും ദീന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നതിൽ നിന്നുള്ള ഒരു ചിന്തയാണ് നമസ്കാരത്തിലൂടെ, എന്താണ് നമസ്കാരം എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് വേണ്ടത് എന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഖുർആനിൽ നമസ്കാരത്തെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, ഇന്നസ്സലാത്ത, നിശ്ചയമായും നമസ്കാരം, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ നിരോധിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ കണ്ട് തടുക്കും. സെൽഫ് അപ്രൈസൽ എന്നൊരു സംഗതിയുണ്ട്. സെൽഫ് ക്രിറ്റിസിസം അല്ലെങ്കിൽ സെൽഫ് ഇവാലുവേഷൻ എന്നൊക്കെ പറയും. സ്വയം മാർക്കിടുക, സ്വന്തമായിട്ട് ആദ്യം അവലോകനം ചെയ്യാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞല്ലേ, ഹാസിബു ഖബല അൻ തുഹാസബു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ഓരോ ദിവസവും ഒളു എടുത്ത് മിസ്വാക്കൊക്കെ ചെയ്ത് ഒളു എടുത്ത് ഉറങ്ങാൻ വേണ്ടി വലതു ഭാഗത്ത് ചെരിഞ്ഞു കിടന്ന് വലത് കവിളിൽ വെച്ച് ഇങ്ങനെ ചെരിഞ്ഞു കിടന്ന് ബിസ്മിക റബ്ബി വദഅതു ജംബി അങ്ങനെ ഉറങ്ങാൻ പോകുമ്പോ നിങ്ങളൊന്ന് വിചാരണ ചെയ്തു നോക്കണം, ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഇതുവരെ ഞാൻ എന്തൊക്കെ ചെയ്തു. സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയാം. സെൽഫ് ഇവാലുവേഷൻ. എത്ര നന്മ ചെയ്തു, എത്രമാത്രം വർത്താനം പറഞ്ഞു,
റഖീബിനും അതീദും എത്ര പണി കൊടുത്ത്, എവിടേക്കൊക്കെ നോക്കി, എന്തൊക്കെ കേട്ട്, ആരോടൊക്കെ ചൂടായി. എന്തെങ്കിലും ഒരു നന്മ ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നന്മ ഞാൻ ചെയ്തിട്ടുണ്ടോ? ആ നന്മ എന്നെ ഫസാദാക്കിയാണ്, ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാ ചെയ്തത്, അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ ഇതിനാണ് സെൽഫ്, സ്വന്തം നമ്മളിങ്ങനെ വിലയിരുത്തുക എന്ന് പറഞ്ഞത്. നിസ്കാരം നമുക്ക് സ്വന്തമായി വിലയിരുത്താനുള്ള ഏറ്റവും വലിയൊരു സാധ്യതയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായും നമസ്കാരം മോശമായ നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്നും നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമൊക്കെ മനുഷ്യനെ തടുക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരാളുടെ നമസ്കാരം അവന് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊന്നും അവനെ തടുത്തിട്ടില്ലെങ്കിൽ, അവനെ മഅസിയത്തിൽ നിന്ന്, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് അവന്റെ നമസ്കാരം അവനെ തടുത്തിട്ടില്ലെങ്കിൽ നിശ്ചയമായും അവന്റെ നിസ്കാരം അവൻ അല്ലാഹുവിലേക്ക് അടുക്കുകയല്ല, അകലുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള തമ്മാടിത്തരത്തിൽ നിന്നും മോശത്തരത്തിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. നിസ്കാരം നമ്മളെ മാറ്റി നിർത്തും. നിസ്കാരം ഒരു പ്രിവെന്റീവ് ഓപ്ഷനാണ്, പ്രിവെന്റീവ് മെഡിസിനാണെന്ന് പറയാം. എല്ലാറ്റിൽ നിന്നും നമ്മളെ തടുത്തു നിർത്തും നിസ്കാരം ശരിക്കും നിർവഹിക്കുകയാണെങ്കിൽ. അപ്പൊ ആ നിസ്കാരത്തെ സത്തയെ കേവലം 5 വക്ത് നിസ്കരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, ഒരു ബാധ്യത എന്നൊക്കെ രീതിയിലാണ് നിസ്കരിക്കുന്ന ആളുകൾ പോലും ചെയ്യുന്നത്. കുറെ ആളുകൾ നിസ്കരിക്കണമെന്നല്ല, മാ ബൈനൽ മുഅ്മിനി വൽ കാഫിരി തർക്കുസ് സ്വലാം, മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വളരെ അടിസ്ഥാനപരമായ വ്യത്യാസം നിസ്കാരം ുന്നുണ്ടോ, നിസ്കാരം ഒഴിവാക്കുന്നുണ്ടോ എന്നതാണ്. നിസ്കാരം ടോക്കണാണ്, ബേസിക് എൻട്രിയാണ്. നിസ്കരിക്കാൻ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ നിസ്കാരം ഒഴിവാക്കി പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഏറ്റവും അശ്രദ്ധരായിട്ട് ആ വിഷയത്തിൽ കാണുന്നു. ഒരു നിസ്കാരം ഒഴിവാക്കിയ പിന്നെ അടുത്ത നിസ്കാരം നമുക്ക് തീരെ വില ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. നിസ്കാരം നമ്മളിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുമാ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യൻ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ഇബാദത്ത്, നമസ്കാരമാണ്. നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ച് പിന്നെ വർത്താനമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ അത് ആദ്യം നമ്മൾ അതിനെ പരിചയപ്പെടുന്നത് ഇസ്ലാമിന്റെ ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണായിട്ടാണ്. മൻ തറക്കഹ ഫഖദ് ഹദമദ്ദീൻ, മൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ. ദീനിലെ നിസ്കാരം നിലനിർത്തിയാൽ അവൻ ദീനിനെ നിലനിർത്തി, നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ ദീനിനെ പൊളിച്ചു കളഞ്ഞു എന്നാണ്. ഒരു നിലക്കും നിസ്കാരം എന്നുള്ളതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സഹോദരിമാർക്ക് അവരുടെ പ്രത്യേകമായ സമയത്ത് ഹൈലോ നിഫാസോ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവർക്ക് നിസ്കാരത്തിന് എതിർ കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത ഒരു ഘട്ടത്തിലും നിസ്കാരത്തിൽ നിന്ന് എസ്കേപ്പ് ഇല്ല, കൺസെഷൻ ഉണ്ട്, ജമ്മും കസറുണ്ട്. നിസ്കാരത്തിന്റെ അങ്ങനത്തെ ഒരുപാട് ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ പറയുന്നുണ്ട്. ജമ്മും കസറുമാക്കാം, തെർക്കാക്കാൻ ഓപ്ഷൻ ഇല്ല. യാത്ര ചെയ്യുകയാണെങ്കിൽ ജമ്മാക്കി നിസ്കരിക്കാം, ലോഹർ അസറും ഒന്നിച്ച് നിസ്കരിക്കാം, മഗ്രിബും ഇശാവും ഒന്നിച്ച് നിസ്കരിക്കാം, നാടണ്ട് വിട്ടിട്ട്. അങ്ങനത്തെ ഒരുപാട് മസലകളുണ്ട്, അത് പഠിക്കാൻ കഴിയണം. ഒഴിവാക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരെ ഓപ്ഷൻ ഇല്ല. 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ശിക്ഷണം നടത്തണമെന്ന് അധ്യാപനത്തിൽ പോലും, ഒരു മക്കളെ പഠിപ്പിക്കുന്നിടത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാര്യക്ഷമമായി ഉണർത്തിയ ഒരു സംഗതിയാണ് നിസ്കാരത്തെക്കുറിച്ച്. നിസ്കരിക്കുന്ന ഒരു തലമുറ വളർന്നു വരണം. ഓരോരുത്തരും അവരുടെ മക്കളെ പഠിപ്പിക്കണം, നിസ്കാരത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കണം, നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അതൊരു മധുരമായി അവർക്ക് അനുഭവപ്പെടുന്ന രീതി ഉണ്ടാക്കണം. അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അതിന്റെ ഗൗരവത്തോടെ അതിന്റെ മാധുര്യം അനുഭവപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ ആ ഒരു ബാധ്യതയിലേക്ക് നമ്മൾ ആദ്യം കടന്നു വരിക. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. നിസ്കാരത്തിന്റെ ഞാൻ പറഞ്ഞു, യാത്രക്കാരനാണെങ്കിലും അവന് നിസ്കാരമുണ്ട്. ലോഹർ 2 റക്അത്തും അസർ 2 റക്അത്തും ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി. മഗ്രിബ് 3 ഇശാ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. സുബഹി പിന്നെ ജമ്മും കസറുമില്ല. ഇങ്ങനെ അവര് കൺസെഷൻ ഉണ്ട്. ഇരുന്ന് നമസ്കരിക്കാം, കിടന്ന് നമസ്കരിക്കാം. എന്നാൽ നിസ്കാരത്തിന് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഒരു മനുഷ്യൻ അവന്റെ കിടക്കപ്പായയിൽ അവൻ അനങ്ങാൻ കഴിയാതെ കിടക്കുകയാണ്. അവനോ അവളോ അനങ്ങാൻ കഴിയാണ്ട് കിടക്കുകയാണ്. അവന്റെ ബോധം മറഞ്ഞിട്ടില്ല. ലം യുഗ്മ അലൈഹി, അവൻ അൺകോൺഷ്യസ് ആയി പോയിട്ടില്ല. അവന്റെ ബോധം അവനെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. കൈകാലുകൾ അനക്കാൻ കഴിയുന്നില്ല. കൺപോളകൾ പോലും അനക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലെത്തിയാൽ പോലും നമസ്കാരം എന്നത് അല്ലാഹുവിനുള്ള ചില വിഹിതമാണ്, അല്ലാഹുവിനുള്ള ഏറ്റവും വലിയ ഇബാദത്താണ്.
ആ ഇബാദത്തെന്ന കടപ്പാട് നിർവഹിച്ചേ മതിയാകൂ. എന്തുകൊണ്ടാണ് കടപ്പാടിനെ കുറിച്ച് ഞാൻ പറയാം. അതിന് ഏതു രീതിയിൽ കാണണമെന്നുള്ളതിനെ കുറിച്ച് പറയാം. ഒരു മനുഷ്യൻ കിടക്കപ്പായയിൽ കിടക്കുമ്പോ അവന്റെ ബോധം മറഞ്ഞിട്ടില്ലെങ്കിൽ, ഒന്ന് തലവേദന വരുമ്പോ നമസ്കാരം ഒഴിവാക്കുന്നുവെങ്കിൽ, ഒന്ന് കയ്യിലൊന്ന് മുറി വന്നിട്ടൊന്ന് ബാൻഡേജ് ഇടേണ്ടി വന്നാൽ നമസ്കാരത്തിൽ നമ്മൾ അശ്രദ്ധരാകുന്നുവെങ്കിൽ, ഒന്ന് പനി പിടിച്ച് രോഗിയാകുമ്പോൾ, ഒന്ന് രോഗം കാരണം നമ്മളൊന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോ, നമ്മളൊക്കെ മക്കളോട് പറയുന്നിടത്ത് പോലും നമ്മൾ നിസ്കാരത്തെ അവഗണിക്കുന്നുവെങ്കിൽ മരിക്കാൻ കിടക്കുന്ന അവനും ബോധാവസ്ഥയില്ലാത്ത ഒരു മനുഷ്യൻ കട്ടിലിൽ കിടക്കുമ്പോ അവന് കഴിയുന്ന ഒരാള് അവന് ഒതു എടുത്തു കൊടുത്ത് അവന്റെ മനസ്സിൽ അവന്റെ ബോധം മറഞ്ഞിട്ടില്ല, അവന്റെ മനസ്സിൽ അവൻ നിസ്കാരത്തെ കൊണ്ടുവരണം. അവൻ മനസ്സുകൊണ്ട് നിയ്യത്ത് വെക്കണം. അവൻ മനസ്സുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണം. അവൻ മനസ്സുകൊണ്ട് ഫാത്തിഹ ഓതണം. അവൻ മനസ്സുകൊണ്ട് റുക്കൂഇലേക്ക് പോകണം. നിർബന്ധമാണ്. ഒരു എക്സ്ക്യൂസും ഇല്ല വിഷയത്തിൽ. മാ ബൈനൽ മുഅ്മിനി വൽ കാഫിരി തർക്കുസ് സലാ. നിസ്കാരം അതിന്റെ ഒരുപാട് രൂപങ്ങൾ, അതിന്റെ ഫർള്, അതിന്റെ സുന്നത്തുകൾ, അതിന്റെ അബാദ് സുന്നത്തുകൾ, അതിന്റെ ഹയാത്ത് സുന്നത്തുകൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പ്രാർത്ഥനകൾ എല്ലാം നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും പോയി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിക്കണം. അതൊക്കെ ആഗോള വിഷയങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഇടയ്ക്ക് നിസ്കാരത്തിന്റെ ഫർളും വുളൂഇന്റെ സുന്നത്തുകളും നിസ്കാരത്തിന്റെ സുന്നത്തുകളും നിസ്കാരത്തിന്റെ ഒരു പൂർണ്ണമായ രൂപവും ഒക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം. കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. നമുക്ക് പഠിപ്പിച്ചെന്ന എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളതൊക്കെ എടുക്കാൻ കഴിയണം. നമുക്ക് എല്ലാ തരത്തിലുള്ള നിസ്കാരവും എല്ലാ തരത്തിലുള്ള ഇബാദത്തുകളും നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് പൂർണ്ണാർത്ഥത്തിൽ ചെയ്യാൻ കഴിയണം. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് പഠിക്കണം നിസ്കാരത്തിന്റെ ഒരു പൂർണ്ണമായ രൂപം, വുളൂഇന്റെ ഒരു പൂർണ്ണമായ രൂപം. എന്റെ വുളൂ ശരിയാവണില്ല, ഞാൻ ഇങ്ങനെ മുഖം കഴിയുമ്പോ, തലണ്ട് തോണ്ട് പോകുമ്പോ, ഞാൻ ചെവി തടയുമ്പോ, കാല് കഴുകുമ്പോ, ചില ആൾക്കാർ മുട്ടോട് കഴുകണില്ല, ചില ആൾക്കാർ താടി തിക്ക കെട്ടി കഴുകുന്നില്ല, ചില ആൾക്കാരെ മുഖത്തിന്റെ ബൗണ്ടറി കുറഞ്ഞു പോവാണ്, കണ്ണട വെച്ച് അങ്ങനെ കണ്ട് കഴുകാണ്. നമ്മൾ അശ്രദ്ധരായി പോവാണ്. അപ്പൊ നമ്മൾ ആഗോള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഇടയ്ക്ക് നിസ്കാരം, നോമ്പ്, ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്കൊരു ശ്രദ്ധ വേണം. കാരണം ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഇത്തരം വിഷയങ്ങളിൽ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മുഅ്മിനീന് ഉപകാരപ്പെടും. നിസ്കാരത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും ഇല്ല. സഹോദരിമാർക്ക് നിശ്ചിത സമയത്തിലല്ലാതെ മറ്റൊരു തരത്തിലും ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും ഇല്ല എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഖളാ എന്ന് പറയുന്ന ഒരു അവസരം പോലും ഇല്ല എന്നുള്ളതാണ്. അതായ ആ ഒരു സമയത്ത് അള്ളാഹുവിന്റെ ആ പ്രത്യേകമായ സമയം അവൻ നൽകിയിരിക്കണം. എന്താണ് അവന്റെ നമസ്കാരം എന്ന് പറയുന്നത്? എന്താണ് നമസ്കാരം? എന്നാ നമസ്കാരം കിട്ടിയത്? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യമായ രാത്രിയിൽ സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. ആ മേറാജിന്റെ രാത്രി കഴിഞ്ഞ റജബ് 27 നമ്മൾ ഓർമ്മിച്ചു. ആ രാത്രി ലോകത്ത് പല മുസ്ലിം സമൂഹവും ഏറ്റവും ആദരവോടെയും ബഹുമാനത്തോടെയും ഓർക്കുന്ന ഒരു രാത്രിയാണ് മെഹ്റാജിന്റെ രാത്രി. ഒരൊറ്റ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കഅബ ശരീഫിന്റെ തൊട്ടടുത്തുള്ള തന്റെ ആ ഉറങ്ങിക്കിടന്നിരുന്ന ഭവനത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെട്ട് ബുറാഖ് എന്ന വാഹനത്തിൽ കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് സഞ്ചരിച്ച് അതേ രാത്രി തന്നെ 7ാം ആകാശത്തേക്ക് അല്ലാഹുവുമായി മുനാജാത്ത് നടത്തി തിരിച്ചു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സമ്മാനമാണ് മിഅ്റാജ് എന്നത്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതമാണ്, ഏറ്റവും സന്തോഷം നിറച്ച ഒരു സമയമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി, അബൂ താലിബ് വഫാത്തായി. തായിഫിൽ പോയപ്പോ വിഷമം അനുഭവിച്ചു. ആമുൽ ഹുസ്ൻ എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന നബി പോലും പരിചയപ്പെടുത്തി തന്നൊരു വർഷം, ദുഃഖത്തിന്റെ വർഷം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാന്ത്വനിപ്പിക്കപ്പെടുകയാണ്. മിറാജ് എന്ന മഹാസംഭവം നടക്കുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്കും 7ാം ആകാശത്തേക്കും കടന്നു ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരികയാണ്. പിറ്റേ ദിവസം ആളുകളോട് ഈ സംഭവം പറഞ്ഞപ്പോൾ ആളുകളൊക്കെ കളിയാക്കി. ഇത്രയും വിഡ്ഢിയാണെന്നും ഒക്കെയായിരുന്നു പറഞ്ഞത്, ഇപ്പൊ ഭ്രാന്തനാണെന്ന്. കാരണം അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിൽ പോകുന്നത്, 7ാം ആകാശത്ത് പോയി പടച്ചോനെ കണ്ട് തിരിച്ചു വന്നു എന്നത്. മിഅ്റാജ് എന്ന പദത്തിന്റെ അർത്ഥം യഅറുജു ഫിസ്സമാ, ഉയരുക എന്നതാണ്.
അൽ ഉറൂജ് എന്ന് പറഞ്ഞാൽ ഉയർന്നു പോവുക എന്നുള്ളതാണ്. മെറാജ് വാനാരോഹണമാണ്. വാനാരോഹണമാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നു. അള്ളാഹു ഒരു സമ്മാനം കൊടുത്തു. സമ്മാനം കിട്ടിയൊക്കെ നമ്മൾ എവിടെ സൂക്ഷിക്കാം? ഇവിടെ ഉസ്താദിന്റെ സമ്മാനം കൊടുത്തു. വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം പഠിച്ചതിന്റെ പേരില്ലേ, എനിക്ക് തോന്നുന്നു ഉസ്താദ് വീട്ടിൽ മനോഹരമായി അത് കൊണ്ടുപോയിട്ട് സൂക്ഷിക്കും. എത്രയോ വലിയ സ്മാരകങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത് നല്ല സമ്മാനങ്ങൾ സൂക്ഷിക്കപ്പെടാൻ, പൊടി പുരളാതെ, ഉണ്ടാകാതെ സംരക്ഷിക്കപ്പെടാൻ എത്ര കോടികൾ ചെലവഴിക്കപ്പെടുന്നു, എത്ര സ്മാരകങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു. സമ്മാനങ്ങളൊക്കെ അങ്ങനെ സൂക്ഷിക്കുക. സമ്മാനങ്ങളൊക്കെ അങ്ങനെ സൂക്ഷിക്കപ്പെടേണ്ടതാണ്. നിസ്കാരത്തെ മറ്റൊരു ആംഗിളിലൂടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. ഇഷ്ടവും പ്രണയവുമല്ലാതെ മുഅ്മിനിനെ ഒരു വിഷയവും, ഒരു മനുഷ്യനെയും ഒരു വിഷയവും മുന്നോട്ട് നടക്കൂല. എന്താ രാത്രി ഉറക്കൊഴിച്ചിട്ട് സുബൈക്ക് എണിക്കാനും കൂടി മടിയുള്ള ആൾക്കാർ ഇഷ്ടം എന്ന പേരിലല്ലേ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിട്ട് ഈ ഭ്രാന്തൊക്കെ നടത്തുന്നത്? പ്രണയം വളരെ പ്രധാനമാണ്, ഇഷ്ടം വളരെ പ്രധാനമാണ്. അതിൻ്റെതായ വഴികളിൽ നിന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. രാവിലെ 4 മണിക്ക് കാമുക സ്റ്റേഷനിൽ വരുന്നുണ്ടെങ്കിൽ ഓന് രാത്രി ഉറക്കമുണ്ടാവൂല. അവിടെ പോയിട്ട് കാത്തു നിൽക്കും. എന്തിനാ? ഇഷ്ടപ്പെട്ട ഒരു സംഗതി നടക്കാൻ പോകുന്നു എന്നതുകൊണ്ടാണ്. നമുക്ക് നിസ്കാരം ബാധ്യതയാണോ? ഇനി നിസ്കരിക്കാണ്ട്, ചോറ് കഴിച്ചാൽ ഇനി നിസ്കരിക്കാൻ കഴിയില്ല. എന്റെ നിങ്ങളുടെയൊക്കെ ചിന്ത അങ്ങോട്ടാ പോകുന്നത്. നിസ്കരിക്കുന്ന ആൾക്കാർക്ക്, മിക്കവാറും ആൾക്കാർക്കുള്ള പ്രശ്നം അതാണ്. ഇനി നിസ്കരിക്കാണ്ട്, ഇനി നിസ്കരിക്കണ്ടേ. നമ്മൾക്ക് ആ ഒരു ചിന്ത കൊണ്ട് നടക്കാറുണ്ട് പലപ്പോഴും. നിസ്കാരം ഒരു ബാധ്യതയായിട്ട്, ഇനിയിപ്പോ ചോറ് കഴിക്കണതിന്റെ മുമ്പാണ് നിസ്കരിക്കാറുണ്ട്, ഇനിയിപ്പോ നിസ്കരിക്കണമല്ലോ. നിസ്കാരം നമുക്കൊരു ബാധ്യതയായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടോ? മഹാനായ അലി ഇബ്നു അബീ താലിബ് കറമല്ലാഹു വജ്ഹു കുറിച്ച് ചരിത്രം പറയുന്നു. കാലിൽ അമ്പ് തറച്ചു യുദ്ധത്തിൽ. ആളുകൾ അങ്ങനെ വലിച്ചൂരാൻ ശ്രമിച്ചു. ഭയങ്കര വേദന. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആളുകൾ അത് മുമ്പൊക്കെ വലിച്ചൂരി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തേ വലിച്ചൂരാഞ്ഞെന്ന്. കാലുമ്മ തറച്ച അമ്പെന്താണ് നിങ്ങൾ എടുക്കാതിരുന്നത്? ഞങ്ങളത് എടുത്തല്ലോ. അലി റളിയല്ലാഹു അൻഹു കണ്ടില്ല. കാരണം വഫീ മുനാജാത്തിൽ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനോടുള്ള മുനാജാത്തിലാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളും, വലിയ മാരകമായ വിഷമുള്ള പാമ്പ് വന്നതാണ്. വീട്ടിൽ മുഴുവൻ ആകെ ശബ്ദകോലാഹലങ്ങൾ. ഹസൻ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലാണ്. നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല, എന്തുണ്ടായത്? നമ്മളൊരു ഉറുമ്പരിച്ചാൽ അറിയും നമ്മൾ മുനാജാത്തിലാകുന്നത്. ഈ ഒരു ശ്രമം പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും ഇതിനെക്കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ ഡിസ്കോഴ്സുകൾ, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഒന്ന് ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നമ്മൾ ഇതിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ ഈമാനികമായ ഒരു ആവേശം ഉണ്ടാകും. ഇതൊരു ശ്രമമാണ്, ഇതൊരു മിഅ്റാജാണ്. ഒരു മിഅ്റാജാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ലോകത്ത് ഒരു മനുഷ്യനും ലഭ്യമല്ലാത്ത ഒരു അസുലഭമായ അവസരം ലഭിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, തമ്പുരാനെ നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, തുരിസിന പർവ്വതത്തിന്റെ മുകളിലോട്ട് വാ. ഫഖറ മൂസ സൈഖ, അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു കണിക അടിച്ചു വീശിയപ്പോഴേക്ക് മൂസ നബി അലൈഹിസ്സലാം ബോധം കെട്ട് വീണുപോയി. പ്രവാചകന്മാരിൽ അസുലഭമായ ഒരു അവസരം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തു. അല്ലാഹുമായി കാന ഖാബ ഖൗസൈന വ അദ്ന മാ സഅൽ ബസർ വമാ തഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. അല്ലാഹുവിനെ നേരിട്ട് കണ്ട് മുനാജാത്ത് നടത്താനുള്ള ഒരു അസുലഭമായ അവസരം, അല്ലാഹുവിനെ കണ്ടുമുട്ടിയതിന്റെ ഓർമ്മക്കുള്ള ഒരു സമ്മാനം 5 വക്ത നമസ്കാരമായിട്ട് നമ്മളിൽ ഏൽപ്പിച്ചു തന്നു. റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടമാണ് ഒരു മുഅ്മിനിന്റെ ഈമാനിന്റെ അടിത്തറയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിലേക്കുള്ള നമ്മുടെ കവാടം, മാർഗം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ പരിചയപ്പെടാത്ത ഒരു പ്രശ്നം അവിടെ ഉണ്ട്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ഇഷ്കിന്റെ കണ്ണുനീര് വരുന്ന ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അക്ബർ അഹമ്മദ് എന്ന് പറയുന്ന
വിഖ്യാതനായ എഴുത്തുകാരൻ, മുമ്പ് അമേരിക്കയിലെ പാകിസ്ഥാനി അംബാസഡർ ആയിരുന്നു അയാൾ. ഇന്ന് അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ ഇബ്നു ഖൽദൂൻ സെന്ററിന്റെ ചെയറാണ് അദ്ദേഹം. മനോഹരമായ ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, സെപ്റ്റംബർ 11 ശേഷം മുസ്ലിം ലോകത്തിന്റെ രീതികൾ അന്വേഷിച്ചുകൊണ്ട് തന്റെ കുറച്ച് ശിഷ്യന്മാരും ശിഷ്യകളുമായി ഉലകം ചുറ്റിയതിനെ കുറിച്ച് അദ്ദേഹം മനോഹരമായി എഴുതി വെക്കുന്നുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നു, ഓക്ലഹോമ യൂണിവേഴ്സിറ്റിയിലെ വിശാലമായ ഓഡിറ്റോറിയത്തിൽ വലിയ ഒരു സംഘം, അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്തോ ഒരു ലോകമാണ്. എങ്ങനെയെങ്കിലും ഒരു വിസ സംഘടിപ്പിച്ചിട്ട് എത്താൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ അമേരിക്ക ഏറ്റവും കർശനമായിട്ട് വിസ കൊടുക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കൊരുപാട് സ്വപ്നങ്ങളുടെ നാടാണ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ. ഒക്ലഹോമ യൂണിവേഴ്സിറ്റിയിലെ വളരെ വൈബ്രന്റ് ആയ ഒരു കമ്മ്യൂണിറ്റിയോട് അതിൽ പ്രഭാഷകൻ ചോദിക്കുന്നു, ഹു ഈസ് മുഹമ്മദ് ഫോർ യു? ആരാണ് നിങ്ങൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്, ഒരു വെസ്റ്റേൺ വസ്ത്രം ധരിച്ച സൂട്ടും കോട്ടും ഇട്ട ഒരാൾ, താടി വടിച്ച് നരച്ച മുടിയുള്ള വളരെ ആരോഗ്യ ദൃഢഗാത്തനായ, കണ്ടാൽ വളരെ പശ്ചാത്തനെന്നും വളരെ ഫാഷന്റെ ആളെന്നും തോന്നിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്നു. അയാളോട് ചോദിക്കപ്പെട്ടത്, ഹു ഈസ് മുഹമ്മദ് ടു യു? ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾക്കാരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം വിതുമ്പി കരയാൻ തുടങ്ങി. അദ്ദേഹം പൊട്ടി കരയാൻ തുടങ്ങി. എന്നിട്ട് പ്രഭാഷകൻ പറയുന്നു, ദിസ് ഈസ് വാട്ട് മുഹമ്മദ് മീൻസ് ടു മില്യൺസ് ഓഫ് പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേരൊന്ന് കേൾക്കുമ്പോഴേക്ക് അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോകും ലോകത്തെ ജനസഹസ്രം ആളുകൾക്ക്. കാരണം അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു പ്രവാചകന്റെ പേരല്ല, അള്ളാഹനെ പരിചയപ്പെടുത്തി തന്ന ലോകാനുഗ്രഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ ആരും അള്ളാഹനെ കണ്ടിട്ടില്ല, നമ്മൾ ആരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം പോലും ഒരു പ്രകാശത്തിന്റെ കണിക കണ്ടപ്പോഴേക്ക് താഴെ വീണുപോയി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, വിശ്വവിഖ്യാതനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം പോലും നമ്മൾ ആരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അള്ളാഹിനെ പരിചയപ്പെടുത്തി തന്നത്, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്, ഇവിടെ ഈ വിശ്വസിച്ചുകൊണ്ട് ഇത്തികാഫ് ചെയ്തിരിക്കുന്നത്, ഈ മനോഹരമായ പള്ളി നിർമ്മിച്ചത്, മുസ്ലിമായി ജീവിക്കുന്നത്, ഖബറുണ്ടെന്ന് പറയുന്നത്, ഖബറിൽ സുആലുണ്ടെന്ന് പറയുന്നത്, ഇനിയൊരു സ്വർഗവും നരകവും വരാനുണ്ടെന്ന് പറയുന്നത്, ഒരു ഹിസാബ് ഉണ്ടെന്ന് പറയുന്നത്, എല്ലാം ലിഖൗലിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയോട് നമ്മൾ അത്രയും അടുത്തു കിടക്കുന്നു. നമ്മൾ അറിയാതെ വലിയൊരു ബന്ധം മുഹമ്മദ് നബിയിലൂടെ അള്ളാഹുവിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അന്വേഷിച്ച് നോക്കുക, അള്ളാഹിനെ പരിചയപ്പെടുത്തി. കുറെ ആളുകൾ പറയും, എന്തിനാണ് അങ്ങനെയൊക്കെ മുഹമ്മദ് നബിയെ വാഴ്ത്തുന്നത്? വിശുദ്ധമായ ഖുർആനിൽ പോലും അള്ളാഹു അങ്ങനെയാ പരിചയപ്പെടുത്തി തന്നത്. പടച്ചോനെ മനസ്സിലാക്കാവുന്ന ഖുർആൻ മുഴുവനും അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ളതാണ്. അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. അതിൽ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, ചരിത്രം പറഞ്ഞിട്ടുണ്ട്, നിയമം പറഞ്ഞിട്ടുണ്ട്. 300 ചില്ലാനം നിയമം മാത്രം അതിൽ പറഞ്ഞത്. ഖുർആനുക്കും ഹദീസുക്കും നോക്കിക്കോളിന്നൊക്കെ കുറെ ആൾക്കാർ പറയും. ആകെ 300 ചില്ലാനം നിയമങ്ങൾ ആയത്തുകളിൽ മാത്രമാണ് ഖുർആനിൽ നിയമം പറഞ്ഞത്. 6000 ചില്ലാനം ആയത്തുകളിൽ കുറെ ചരിത്രം പറഞ്ഞു, കുറെ പ്രാപഞ്ചിക രഹസ്യങ്ങൾ പറഞ്ഞു. തേനീച്ചയെക്കുറിച്ച് പറഞ്ഞു, കടലിലെ കൊടുങ്കാറ്റിനെ കുറിച്ച് പറഞ്ഞു, മരുഭൂമിയിലെ മരീചികയെ കുറിച്ച് പറഞ്ഞു, കൊടുങ്കാറ്റിനെ കുറിച്ചു, മേഘപാളികളുടെ ചലനങ്ങളെ കുറിച്ച് പണ്ട് പറഞ്ഞു, മഴ വർഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ വെട്ടുകാലിയുടെ ഏറ്റവും ബലം കുറഞ്ഞ വീടിനെ കുറിച്ച് പരാമർശിച്ചു. പരാമർശങ്ങൾ ഒരുപാട്. എല്ലാം അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പരിചയപ്പെടുത്തി തരാൻ. എന്നിട്ട് ആ അള്ളാഹുവിനെ പരിചയപ്പെടുന്ന ഏറ്റവും വലിയ സൂക്തമേതാണ്? ഏറ്റവും സംക്ഷിപ്തമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഭാഗമേതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്. ലം യലിദ്, അവൻ പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെടുകയുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ തുല്യനായി ലോകത്താരുമില്ല. ഇതാണ് തൗഹീദിന്റെ സൂറത്ത്. എല്ലാവരും പറയുന്ന തൗഹീദിന്റെ സൂറത്ത്. ഒന്ന് അതിലേക്ക് രണ്ടാമതൊന്നുകൂടി നോക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ നിങ്ങളാണ് പറയേണ്ടത്. അല്ലാഹു അഹദാണ്, അല്ലാഹു സമദാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
പടച്ചോൻ നബിനെ ഏൽപ്പിച്ചെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അള്ളാഹനെ പരിചയപ്പെടുത്തിയത് പോലും പരിചയപ്പെടുന്നത് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ റസൂലിനോടുള്ള ഇഷ്ക് വളരെ പ്രധാനമാണ്. പ്രണയം വളരെ പ്രധാനമാണ്. ആ പ്രണയം വളരെ പ്രധാനമാണ്. ആ മഹബ്ബത്ത് വളരെ പ്രധാനമാണ്. അപ്പൊ നമുക്ക് ആവേശമുണ്ടാകും, ചെയ്യാൻ ആവേശമുണ്ടാകും. റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ നിലനിർത്താൻ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ, പറഞ്ഞത് കേൾക്കാൻ, അതിനുവേണ്ടി സമയം ചെലവഴിക്കാനുള്ള ഒരു ആവേശം മുസ്ലിമായ മനുഷ്യനുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിൽ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമസ്കാരം. അതൊരു സമ്മാനമാണ്. റസൂലുള്ളാഹിക്ക് അല്ലാഹുവിന്റെ ആ മുലാഖാത്തിൽ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് നമസ്കാരം എന്നത്. അത് ഖിയാമത്ത് നാൾ വരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം നമസ്കാരം അസാധ്യമെന്ന് തോന്നുമെങ്കിൽ, ബാധ്യതയായി തോന്നുമെങ്കിൽ, ഒഴിവാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാനും റസൂലും തമ്മിലുള്ള ബന്ധമാണ് എന്താണെന്ന് ആലോചിക്കുക. ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആലോചിക്കുക. റസൂലിന്റെ സമ്മാനത്തിന് പൊടി പുരളരുത്, കറ പറയാൻ പാടില്ല, നശിപ്പിക്കപ്പെടരുത്. അത് നമ്മൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ അതിലേറ്റവും വലിയ ഹലാവത്ത് കണ്ടെത്തിയത്, മാധുര്യം കണ്ടെത്തിയത്, നമസ്കരിക്കാനുള്ള താല്പര്യം അവർ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത്, അള്ളാഹുവിന്റെ ആ ഓർമ്മയിൽ ലയിച്ചിരിക്കാൻ അവർ സമയം കണ്ടെത്തിയത്, അള്ളാഹ് എന്ന ചിന്തയിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ്. നമസ്കാരത്തിലെ മാധുര്യം അവരനുഭവിക്കുന്നത് കൊണ്ട്, നമസ്കരിക്കുമ്പോഴുള്ള ഒരു സന്തോഷം അവരനുഭവിക്കുന്നത് കൊണ്ട്. അവിടെ ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരുന്നു മഹാന്മാരായ ആളുകൾ. ഈ വിഷയത്തിലൊക്കെ നമുക്ക് താല്പര്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, മഹാനായ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറയുന്നു, അൽ ഈമാനു ലഹു ഹലാവ യജ്ദുഹൽ മുഅ്മിനു ഫീ ഖൽബി. ഈമാനിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു മാധുര്യമുണ്ട്, അതിനൊരു രസമുണ്ട്, അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ അത് എത്തിക്കാൻ സാധിക്കും. ഒരു മനുഷ്യൻ ഭക്ഷണം രുചിക്കുന്ന പോലെ, വെള്ളം രുചിക്കുന്ന പോലെ ഹൃദയത്തിന് ഈമാൻ രുചിക്കാൻ സാധിക്കും. ഒരു രോഗിക്ക് ഭക്ഷണം രുചിയില്ലാത്തതുപോലെ, ഒരു രോഗിക്ക് ഭക്ഷണത്തിൽ രുചി നഷ്ടപ്പെടുന്ന പോലെ, അവന്റെ പാനീയത്തിൽ രുചി നഷ്ടപ്പെടുന്ന പോലെ, ഒന്ന് പനി പിടിക്കുമ്പോ ഭക്ഷണത്തിന്റെ രുചി നമുക്ക് നഷ്ടപ്പെടുന്നു. മഹാനായ ഒരു പണ്ഡിതൻ പറയുന്നു, ഹൃദയം രോഗിയായ ഒരു മനുഷ്യന് ഈമാനിന്റെ രുചി അനുഭവിക്കാൻ സാധിക്കുകയില്ല. ആ രുചി അനുഭവിക്കുമ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നു, അവിടുന്ന് നിസ്കരിച്ച് കാലിൽ ആകെ വീർത്ത് നീര് വന്ന് വീർക്കും, എണീക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകളെ കുറിച്ച് പറയുന്നു, നിസ്കരിച്ച് അവരങ്ങേ പിന്നെ എണീക്കാൻ കഴിയാതെ നിരങ്ങിക്കൊണ്ടാണ് വരിക. ചരിത്രം നമ്മളൊക്കെ, ഞാനും നിങ്ങൾ ഓർമ്മിക്കുന്നത്, നമുക്കിതിൽ ലദ്ദത്ത് കണ്ടെത്താനുള്ള ഒരു പടിയെങ്കിലും, ഒരു ചെറിയ ചവിട്ടടിയെങ്കിലും എനിക്കും നിങ്ങൾക്കും കയറാൻ സാധിച്ചെങ്കിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അനുഗ്രഹീത പൂർണ്ണമാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നബിയെ നബിയെ, നിങ്ങൾ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് അല്ലാഹു എല്ലാം പുറത്തു തന്നിട്ടില്ലയോ? ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ഹദീസിൽ കാണാം, ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈല. ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ നിന്നു. ഫഫ്തതഹൽ ബഖറ, മുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖറ സൂറത്ത് ഓതാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു 100 ആയത്തക്കായ മുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തും. 100 കഴിഞ്ഞു, നബി നിർത്തുന്നില്ല. ആ സൂറത്ത് കഴിഞ്ഞു, നബി നിർത്തുന്നില്ല. പിന്നെ ആലി ഇംറാൻ തുടങ്ങി, പിന്നെ നിസാ സൂറത്ത് തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തുന്നില്ല. അങ്ങനെ ഓതന എങ്ങനെയാണ്? ഓരോ സൂറത്തും നബി ഇങ്ങനെ മെല്ലെ മെല്ലെ നല്ല ഖിറാഅത്തോടുകൂടെ ഓതുകയാണ്. ഒരു തസ്ബീഹിന്റെ ആയത്ത് വന്നാൽ നബി തസ്ബീഹ് ചൊല്ലും. ഒരു ദുആയുടെ ആയത്ത് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയിട്ട് ദുആ ചെയ്യും. അങ്ങനെ റുക്കൂഉം നീണ്ട നമസ്കാരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു. ഇങ്ങനെ ഓരോരുത്തരും നിസ്കാരത്തിൽ വലിയൊരു ഹലാവത്ത്, മാധുര്യം കണ്ടെത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അബ്ദുൽ അസീസ് ഇബ്നു റവാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന് വേണ്ടി വിരിപ്പൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഉറങ്ങാൻ റെഡിയാക്കി വെച്ചെടുക്കും. അപ്പൊ അദ്ദേഹം വിരിപ്പിന്റെ അടുത്തിട്ട് പോയിട്ട് ഇങ്ങനെ പറയും, കൈ വെച്ചുകൊണ്ട് പറയും, മാ അല്യനുക വലകാന ഫിറാശുൽ ജന്നതി അല്യനു മിൻക സുമ്മ യഖൂമു വയുസല്ലി. എന്തോ ഒരു രസമാണ് ഉറങ്ങാനുള്ള വിരിപ്പ്, എന്തോ ഒരു രസമാണ്. അതിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ആയി നല്ല മെത്ത,
നല്ല ഉറക്കങ്ങനെ വരുന്ന മെത്തയാണ്. എന്നിട്ട് മൂപ്പര് പറയും വലക്കാന ലിബാസുൽ ജന്നത്തി അല്യൻ ഫിറാസുൽ ജന്നത്തി അല്യൻ, സ്വർഗത്തിലെ വിരിപ്പ് ഇതിനേക്കാളും മിനുസമുള്ളതായിരുന്നുവെങ്കിൽ എന്നിങ്ങനെ ആലോചിക്കും. സ്വർഗം, ഖബറിലെ വിരിപ്പെന്താണ്, അതൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന വിരിപ്പെന്താണ്, ഇപ്പൊ ഞാൻ കുറച്ചും കൂടി അധ്വാനിക്കട്ടെ എന്ന് പറഞ്ഞ് മൂപ്പര് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് മഹാന്മാരുടെ ഒരുപാട് ജീവിതം. എല്ലാ ദിവസവും ഒരു രാത്രിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ പകുതി വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും. ഈ മഹാന്മാരുടെ ജീവിതമൊക്കെ നമുക്ക് നിസ്കാരത്തെക്കുറിച്ചുള്ള വലിയൊരു പ്രേരണ നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാ, എനിക്ക് നല്ല ഇഷ്ടമാണ്, സുഗന്ധം ഇഷ്ടമാണ്, സഹോദരിമാരെ എനിക്കിഷ്ടമാണ്, അവരോട് ബഹുമാനവും ആദരവും സ്നേഹവും കാണിക്കുക എനിക്കിഷ്ടമാണ്. ദുനിയാവിൽ അവരോട് ആദരവും ബഹുമാനമൊക്കെ കാണിക്കണം. ഈ രണ്ടു കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. പക്ഷേ എന്റെ കണ്ണിന് കുളിർമയുണ്ടാകുന്നത്, എനിക്ക് ആനന്ദമുണ്ടാകുന്നത് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെക്കുറിച്ചൊരു ഹദീസിൽ കാണാം, അദ്ദേഹത്തെക്കുറിച്ചുള്ള റിവായത്തിൽ കാണാം, നിരന്തരമായി നിസ്കാരത്തിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പരാമർശമുണ്ട്, ഖബറിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്തെടുത്തു വെച്ചപ്പോ അത് സുജൂദിന്റെ രൂപത്തിലായി നിന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രത്തിൽ എവിടെയോ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ദുആ എന്താണെന്നറിയുമോ? അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ അസ്സലാത ഫീ ഖബരി ഫഅതിനി അസ്സലാത ഫീ ഖബരി, പടച്ചവനെ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ നീ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ പടച്ചവനെ എനിക്ക് ഖബറിൽ നിസ്കരിക്കാനും എനിക്ക് സൗകര്യം ചെയ്തു തരണേ. അല്ലാഹുവോടുള്ള ഒരു മുനാജാത്തിന്റെ, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മിഅറാജുൽ മുഅ്മിൻ മിഅറാജ് നടത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാനാരോഹണം നടത്താൻ, അള്ളാഹുവിനെ മുനാജാത്ത് ചെയ്യാൻ, നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്താൻ ഒരവസരം കിട്ടെങ്കിൽ മിഅറാജുൽ മുഅ്മിൻ വ മുനാജാത്തുൽ ലില്ലാഹി റബ്ബിൽ ആലമീൻ, എനിക്കും നിങ്ങൾക്കും, എന്റെ സഹോദര, എന്റെ സഹോദരി, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഞാനും നിങ്ങളും നമസ്കാരത്തെ കാണേണ്ടത് ഇത് മിഅറാജുൽ മുഅ്മിൻ, വിശ്വാസം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾ എല്ലാ സംഗതികളോടും. അതിലൊരു സൂഫി രേഖപ്പെടുത്തിയത് മഹാനായ ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കവിതയുടെ വിശദീകരണത്തിൽ എവിടെയാണോ കണ്ടത്, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷി ചിറകിട്ടടിക്കുന്ന പോലെ ചിറകിട്ടടിച്ച് പറക്കുകയാണ്. ഇതിനൊക്കെ ഓരോരുത്തരും സിമ്പൽ പറയും. അവരെ പോലത്തെ മഹാകവികളൊക്കെ അങ്ങനെ അല്ലാഹു അക്ബർ, പക്ഷി ചിറകിട്ടടിക്കുന്ന പോലെ ലോകത്തെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, കുടുംബ പ്രശ്നം, എല്ലാ പ്രയാസവും, എല്ലാ വിഷമവും, എല്ലാ ചിന്തയും, ബിസിനസിന്റെ പ്രശ്നങ്ങൾ, കളിയുടെ പ്രശ്നങ്ങൾ, എല്ലാറ്റിൽ നിന്നും നമുക്കങ്ങോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? അല്ലാഹു അക്ബർ ചിറകിട്ടടിച്ച് പറന്ന് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലെത്തുകയാണ്. ആ ഒരു ശ്രമം നടത്താൻ നമുക്ക് സാധിക്കുമോ? ശ്രമം നടത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? മുനാജാത്തുൽ ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് നമ്മൾ അള്ളാന്റെ മുമ്പിൽ നിന്ന് പറയണം. ചില പണ്ഡിതന്മാർ പറയുന്നു, മഹാന്മാരായ പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്, എന്തിനാ പടച്ചോനങ്ങനെ പരിഹസിക്കുന്നത്? എന്നോട് നിങ്ങളോട് ചോദിക്കാൻ എന്തേ കാരണം? നമ്മളിങ്ങനെ നമ്മൾ ഒരു രണ്ടാൾക്കാർ സംസാരിക്കാൻ, നമ്മളാണ് പറയണത്, മൂപ്പര് വേറെ ഒന്നും ചെയ്യണ്ട, ഞാനും മൂപ്പരിനോട് ഇങ്ങനെ പറയണം, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പറയണം, അപ്പൊ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേറെ എവിടേക്കെങ്കിലും നോക്കിയാൽ ഇയാൾക്ക് ദേഷ്യം പിടിക്കും. അഭിമുഖ സംഭാഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ദേഷ്യം പിടിക്കും. മൂപ്പര് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേൾക്കാണ്ടിരുന്ന ദേഷ്യം പിടിക്കും. ഞാൻ എന്നോടാണ് ഈ പറഞ്ഞതെന്ന് പറയും. എന്താ ശ്രദ്ധിക്കാത്തതെന്ന് ചോദിക്കും. അഭിമുഖ സംഭാഷണത്തിലെ വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഫോണൊക്കെ വന്നപ്പോ നമുക്ക് വലിയൊരു പ്രശ്നം, നമ്മുടെ സ്വഭാവത്തിലൊക്കെ വലിയൊരു മാറ്റം ഫോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പമുള്ള ആളെ നമ്മൾ പരിഗണിക്കൂല, ഫോണിലുള്ള ആൾക്കാരെ പരിഗണിക്കും. നമ്മൾ വർത്തമാനം പറഞ്ഞ് ഫോൺ വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗം ചിലപ്പോൾ ഫോണാണ് എന്നാണ്. ഒരാളോട് വർത്തമാനം എങ്ങനെ രക്ഷപ്പെട്ടെങ്കിൽ ഫോൺ എടുത്താണ് പോകും. നമ്മുടെ ഇടയിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ എന്തിനാ പടച്ചോനങ്ങനെ കളവാക്കുന്നത്? പടച്ചോന്റെ മുന്നിൽ നിന്ന് പ്രതിജ്ഞ ചെയ്യുക, വജ്ജഹത്ത് വജിയൽ ഇല്ലതി പത്ര. ഞാൻ എന്നോട് പറയുകയാണ്, പറയുന്നത് നമ്മളൊക്കെ ഈ നിസ്കാരം വലിയൊരു ശ്രമമാണ്. ഇത് വലിയൊരു സഞ്ചാരമാണ്, വലിയൊരു പ്രയത്നമാണ്. നമ്മൾ ആരും നിരാശരാകരുത്. ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുക പടച്ചോനൊക്കെ അങ്ങനെ നിസ്കരിക്കാൻ കഴിയും. നമുക്കൊക്കെ വലിയ പ്രയാസമാണ് ആ വിഷയത്തിൽ. നമ്മളെല്ലാ കാര്യവും ഓർമ്മ വരെ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. എല്ലാ ചിന്തകളും, എല്ലാ ചർച്ച ഇതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരം ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ടാവും. കുറെ കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ചെയ്തു തുടങ്ങിയാൽ മതി, ഓട്ടോമാറ്റിക്കായി നടക്കും. നിങ്ങൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. തുടങ്ങുന്ന സമയത്ത് എവിടെയാണ് ബ്രേക്ക് എന്ന് നമ്മൾ നോക്കും, ഗിയർ എവിടെയാണ് നോക്കും. അപ്പൊ ചിലപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളെ എന്നൊരു അടിയൊക്കെ കിട്ടും. അത് നമുക്ക് നോക്കല്ലേ എന്ന് പറയും. കാരണം നമ്മൾ ഭയങ്കര ബോധമുള്ള ആളാണ്. ഗിയർ എവിടെയാണ്, ക്ലച്ച് എവിടെയാണ്,
ആക്സിലേറ്റർ എവിടെയാണ്, നമ്മളെങ്ങനെ നോക്കും. ഡ്രൈവിംഗ് വശമായാലോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇരുന്ന് അങ്ങനെ സംസാരിക്കും, ഫോൺ വിളിക്കും, ചർച്ചയിലൊക്കെ മുഴുകും. എന്നാ ഗിയർ ഡൗൺ ചെയ്യേണ്ടടുത്ത് ഡൗൺ ചെയ്തിട്ടുണ്ടാകും, അപ്പ് ചെയ്യേണ്ടടുത്ത് അപ്പ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്യണ്ടാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. നമ്മളെ നിസ്കാരം പലപ്പോഴും നമ്മൾ ഒതുകൊടുക്കാൻ തുടങ്ങിയാൽ നമ്മൾ കാല് കഴുകിയിട്ട് അവസാനിക്കുള്ളൂ. കോൺഷ്യസോടെയല്ല നമ്മൾ പലപ്പോഴും ചെയ്യാം. ഒതുകൊടുത്തിന് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാണ്, ഇജ്ജ് തല 3 പ്രാവശ്യം തടഞ്ഞോ? ഇപ്പൊ നമുക്ക് ഉറപ്പുണ്ടാവില്ല, തല തടഞ്ഞോ എന്നുള്ള ഉറപ്പുണ്ടാവില്ല. കൈ കഴുകിയോ? ചിലപ്പോൾ കൈ കുളിക്കും കൂടി ചെയ്തിട്ടാണെങ്കിൽ കൈ കഴിയുമ്പോൾ നനയോ ഉണ്ടാവില്ല. ഞാൻ കഴുകി, കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. ഞാനത് ചെയ്തു എന്ന് ഒരാൾ ഞാൻ ചെയ്തിക്കണോന്നും കൂടി ചോദിച്ചാൽ നമുക്ക് ബോധം ഉണ്ടാവില്ല. ബോധമില്ലാതെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. നമ്മൾ ഈ ഇബാദത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ് കോൺഷ്യസ് ഇല്ല, റൂഹില്ലാതെ ചെയ്യുന്നു എന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ തുടങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് ആമീൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ലാഹു അക്ബർ ചൊല്ലി നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടണവരെയുള്ള സുബൈയാണെങ്കിൽ കുനൂത്തടക്കം നമ്മൾ അറിയാണ്ട് അങ്ങനെ ചെയ്യും. കോൺഷ്യസ്നെസ്സിലെ ആവൂല, അത് ബോധത്തോടുകൂടി ചെയ്യൂല. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ബോധത്തോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ചോദിച്ചത്, എന്തിനാ പടച്ചോൻ ഇങ്ങനെ കളിയാക്കണ്? പടച്ചോന്റെ മുമ്പിൽ ഞാൻ എന്റെ മുമ്പൊക്കെ തിരിഞ്ഞിക്കണെന്ന് ഇങ്ങനെ പറയാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുക. ഇന്നലെ അടിച്ച ഗോള് ശരിയാക്കണോ, ആ അടിച്ച ഗോള് റഫറി വിളിച്ചത് ശരിയായോ, ഇതൊക്കെ നമ്മൾ എല്ലാ ചിന്തയും ഇത് കാണണവും കേൾക്കണതിനനുസരിച്ച് ഇത് കൂടിക്കൊണ്ടേയിരിക്കും. പണ്ഡിതന്മാർ വെറുതെ പറഞ്ഞതല്ല, കാഴ്ച കൂടുന്നതിനനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. കാഴ്ചക്ക് അത്ര വലിയൊരു അസറുണ്ട്, കേൾവിനേക്കാൾ വലിയൊരു അസർ കാഴ്ചക്കുണ്ട്. 24 മണിക്കൂർ 24/7 കാണാനുള്ള കാഴ്ചകൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ കാഴ്ച നമ്മൾ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ ചിന്തകളിൽ. നമ്മൾ ഒരുപാട് ദിവസം തന്നെ ആയിരിക്കും ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ദൃശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മുടെ മനസ്സിൽ അതൊരുപാട് സമയം ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ മനസ്സിലെ ഒരുപാട് അലട്ടുകയാണ്. നമ്മൾ ആലോചിക്കാൻ നമുക്ക് കഴിയണം, നമുക്ക് കൃത്യമായി ആലോചിക്കാൻ കഴിയണം നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാഴ്ചകളും സ്വാധീനം ചെലുത്തുന്നുണ്ട്. വിഷ്വൽ മീഡിയക്ക് അത്ര വലിയൊരു എഫക്റ്റ് ഉണ്ട്, അത്രയും വലിയ എഫക്റ്റ് ഉണ്ട്. നമ്മൾ അറിയാതെ ആ പിക്ചറുകൾ നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയ ആ പിക്ചറുകൾ നമ്മൾ ഇടയ്ക്കെടുത്ത് ഇങ്ങനെ കാണും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലിങ്ങനെ കാണും. ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല, അവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. മനസ്സ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സൈക്കോളജിയുടെ ഒരുപാട് വശങ്ങൾ അതിനെക്കുറിച്ച് പറയണം. മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരുപാട് എത്ര GB അതിൽ കൊള്ളും, എത്ര GB കൊള്ളും. നിങ്ങൾ ഏറ്റവും കൂടുതൽ എങ്ങനെ ആകർഷിക്കുന്നു ആ സാധനം നിങ്ങളെ കൂടുതൽ എഫക്ട് ചെയ്യും. അത് നിങ്ങൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും, റീപ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ എത്രമാത്രം അതിന് ഹമ്മ് കൂട്ടുന്നോ, എത്രമാത്രം നമ്മൾ അതിനുവേണ്ടി ഇടപെടുന്നോ, അത്രമാത്രം നമ്മുടെ നിത്യജീവിതത്തെ ഇത് നമ്മുടെ നിസ്കാരവും ആരാധനകളും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമ്മെ ഇതൊക്കെ നശിപ്പിച്ചുകൊണ്ട്, ഈ കാഴ്ചകൾ നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ ഏതോ ലോകത്ത് ജീവിക്കണമെന്നല്ല, നമുക്ക് കൃത്യമായി ലിമിറ്റ് വെക്കാൻ സാധിക്കണം. ഓരോ കാഴ്ചക്കും ലിമിറ്റ് വെക്കാൻ സാധിക്കണം. ഞാൻ ഇത്ര സമയം ഇന്നത് കാണണമെന്ന് നമുക്ക് ആലോചിക്കാൻ സാധിക്കണം. നമുക്ക് എളുപ്പത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഇനിയും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിർത്തണം എന്നാണ്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എനിക്കിഞ്ഞ് കുറച്ചും കൂടി കഴിക്കണം എന്ന് ബോധമുള്ളപ്പോൾ നിർത്തണം എന്നാണ്. അവിടെ നമ്മളെ പ്രശ്നം തുടങ്ങുന്നത് അവിടെയാണ്. നമ്മൾ സോറി പറയാണ്. ഇനി എത്ര കഴിക്കാണ്ട് പഠിച്ചോനെ, ചിക്കൻ ബിരിയാണി ഇഞ്ഞുണ്ടായിരുന്ന, ഇഞ്ഞിന്നെ കൊണ്ട് വയ്യ. പായസം ഉണ്ടായിരുന്നു, ഇഞ്ഞിന്നെ കൊണ്ട് വയ്യല്ലോ. നമ്മൾ തോറ്റു. ഒരു ഭക്ഷണത്തിന്റെ മുമ്പിൽ നമ്മൾ തോറ്റു. ഹബീബാജി നല്ല ഭക്ഷണമൊക്കെ തരും, വർത്തം വർക്കത്ത് ചെയ്യട്ടെ, അൽഹംദുലില്ലാഹ് നല്ല ഭക്ഷണം നല്ല വർക്കത്ത് ചെയ്യട്ടെ. നമ്മളാ നിയന്ത്രിക്കേണ്ടത് എത്ര കഴിക്കണോ വേണ്ടതെന്നുള്ളത്. ലോകത്ത് ഓഫറുകൾ മൊത്തം ഇങ്ങനെയാണ്, എല്ലാ ഓഫറുകളും ഇങ്ങനെയാണ്. ഇത് ഏറ്റവും വലിയ ജിഹാദും തന്നെയാണ്. ഏറ്റവും വലിയ ജിഹാദും തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഭക്ഷണം തന്നെ. ആദാബുൽ അക്കൽ എന്ന ബാബെടുത്ത് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും അതിന്റെ കാര്യം. ഭക്ഷണം കഴിക്കാൻ ചില്ലറ കാര്യമെന്ന് വിചാരിച്ചു നമ്മൾ ഓഫറുകളുടെ മുന്നിൽ, ഭക്ഷണത്തിന് മുമ്പിൽ നമ്മൾ സോറി പറഞ്ഞിട്ട് പോരാണ്, ഇഞ്ഞിന്നെ കൊണ്ട് വയ്യ. എങ്ങനെ പോരണം? കുറച്ചും കൂടി താല്പര്യമുണ്ട്, ഞാൻ നിർത്തുകയാണ്. എല്ലാവരും വന്നിട്ട് പ്രേരിപ്പിക്കും, കുറച്ചും കൂടി ഇട്ടോ അതുണ്ട് ഇതുണ്ട്, ഞാൻ നിർത്തുകയാണ്, എന്റെ താല്പര്യം കഴിഞ്ഞിക്കണ്, എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ഇനി കഴിക്കണില്ല. അതൊരു കൺട്രോളിംഗ് പവറാണ്. മൊബൈൽ ഫോൺ പുതിയ പുതിയ സാധനങ്ങൾ ഒരുപാട് വരും. എന്തെല്ലാം മാർക്കറ്റിൽ വരുന്ന, ഇനി കണ്ണോണ്ട് കൃഷ്ണമണി കാണിച്ചെടുത്താൽ തുറക്കണ ഓപ്പൺ ചെയ്യണ ഫയലുകളൊക്കെ വരാൻ പോകണം. പുതിയ പുതിയ സാധനങ്ങൾ. ടച്ച് സ്ക്രീൻ വന്നു, തൊട്ടുകൂട്ടണ കഴിഞ്ഞു, തോണ്ടി കൂട്ടണ കഴിഞ്ഞു, ഇനി കണ്ടുകൂട്ടണാവാൻ പോവാണ്. ഇതൊക്കെ ഇങ്ങനെ വരും. എത്ര നേരം മൊബൈൽ നമ്മൾ വാങ്ങിച്ചാൽ പുതിയരും. പ്ലേ സ്റ്റോർ കണ്ട് പോയേ എത്ര ഡൗൺലോഡ് ചെയ്യാണ്ട്.
പ്ലേ സ്റ്റോർക്കും സാംസങ്ങിന്റെ സ്റ്റോർ വേറെയും. എത്രയാ ഡൗൺലോഡ് ചെയ്യാൻ? ഒരു ഗെയിമിന്റെ പിന്നാലെ പോയാൽ തന്നെ എത്ര ഡൗൺലോഡ് ചെയ്യാനാണ്? ഓരോന്നിന്റെ പിന്നാലെ പോയാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ്, ആപ്സിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ ആയുസ് മുഴുവൻ ഇരുന്ന് ഡൗൺലോഡ് ചെയ്താലും തീരൂല, ആപ്ലിക്കേഷൻസ് തീരൂല. നമ്മൾ ലിമിറ്റ് വെക്കണം. 24x ഓഫറാണ്. 24x നമ്മളെ മുമ്പിൽ ഓഫറുണ്ട്. എത്ര ചാനലുകളാണ്, കണ്ടാ പുതിരോ? തീരൂല. നമ്മൾ ലിമിറ്റ് വെക്കാൻ സാധിക്കണം.